അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും, കൂലിവേലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും.
അങ്ങനെ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകൾ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യും? മാതാവിൻ്റെ പുറകെ നടക്കണമെന്നറിയാമോ? ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനില്ല. മാതാവിനെ തൊടണ സൂക്ഷിച്ച് തൊട്ടില്ലെങ്കിലുണ്ടല്ല. ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ നിങ്ങൾ ആവശ്യമില്ലാതെ മാതാവിനെ ഡിസ്കസ് ചെയ്ത് കേട്ടോ. എന്താ കാര്യം? എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ്. കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല. ക്രിസ്തുവാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതിനേക്കാൾ സൊഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ കിട്ടാനില്ല. സിമ്പിളാണ്, അതേസമയം തന്നെ മീനിങ് ഫുള്ളാണ്, അങ്ങനെ പ്രാക്ടിക്കലാണ്. പുരുഷൻ്റെ ചുവട് വരെ ഈ സംഭവം പോകും, തലകറങ്ങി വീഴാതെ പോകും. അറ്റ കൈക്ക് ഇതാ കർത്താവിൻ്റെ ദാസി, നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുന്നുള്ളൂ. ഇതൊരു വല്ലാത്ത സംഭവമാണ്. പിശാചത്തെ അവയെ തളർത്താൻ ആദ്യം ചെയ്യണം മാതാവിനെ തുടിയുള്ളൂ. എന്താ കാര്യം? ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് അവരാദ്യത്തെ ഡിസൈപ്പിളാണ്. അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത്. പൗലോസിനൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, എന്തെങ്കിലും അബദ്ധം പറയുന്നത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്നത് തന്നെയാണ്. അതിൻ്റെ പേരിലേക്ക് അങ്ങേരുണ്ടാക്കിയ ഒരു ജീവിത രീതിയുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട്. മരിയൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ്. ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ്. ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല, രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ്. രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ്. നമ്മൾ സകരക്ഷയ്ക്കെന്നും പറയണതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം വെച്ചാൽ അതല്ലല്ലോ. അത് ആദിമസഭ എന്താ അനുഭവിച്ചത് പത്രോസ് പറയും, മറ്റൊരുവൻ രക്ഷയില്ല. കാര്യം രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ്. ദൈവം അവൻ്റെ പേരിലാണ് പ്രസാദിച്ചത്, അവൻ്റെ നാമത്തിലാണ് കൃപ. അപ്പോൾ സർവകൃപാവരങ്ങളും രക്ഷകൻ മധ്യസ്ഥ ഈശോ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ മാതാവിനെ തൊഴാന, മാതാവിനെ നിഴലിൽ നിർത്താൻ ആരും നോക്കരുത്. നോക്കിയാൽ യു വിൽ മിസ് ജീസസ്. നമുക്ക് ജീസസിനെ മിസ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ ശക്തി എന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ. ലോകത്തിൻ്റെ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ മറ്റു 4 പെണ്ണുങ്ങളെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞത് ആര്? അമ്മ നിന്നുകൊണ്ട് നിന്നതല്ലേ. അമ്മ എന്നൊരാൾ ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഹിതം നിറവേറ്റി, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് അവസാനം യേശുവിൻ്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിക്കുന്ന വരെ അമ്മ അപ്പാടെ വചനം ഒരു സെർവൻറ്റിനെ പോലെ സമർപ്പിച്ച ആളാണ്. അവരാണ് സ്വർഗാരൂപിതരായി. ക്രിസ്തുവിൻ്റെ ആദ്യ മധ്യസ്ഥം അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാൽ പിന്നെ ക്രിസ്തു ഈശോ ആ ഒപ്പിൻ്റെ പുറത്ത് ഓവർ റൈറ്റ് ചെയ്യത്തില്ല. അതാണ് കാനാ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതാണ് കൃപാസനത്തിൻ്റെ ലക്ഷോപലക്ഷം അനുദിന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തവൻ കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി ഇന്ന് കൃപാസനത്തിൽ വരണത്? അമ്മ എന്ന 2 അക്ഷരങ്ങളാണ്. എഴുത്താരയിൽ വന്നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ കുടുംബമായി ഇടയാക്കിയതിനായി നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് അരുൺ. ഞങ്ങളുടെ 2 മക്കൾ എയ്ഡൻ, അമാൻഡ. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണ് ഞങ്ങളവിടെ താമസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ
ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ജനുവരിയിലാണ്. അന്ന് ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പോസ്റ്റിങ്ങിൻ്റെ ആവശ്യത്തിനും മറ്റ് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. അതിനുശേഷം ഞാൻ 2022 ഒക്ടോബർ 19 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പോലെ നല്ല ജോലി, അതുപോലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, കുടുംബത്തിലെ കുറച്ച് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിലൊക്കെ എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ ഇടയാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ മകൾ അമാൻഡ 4 വയസ്സാണ് അവൾക്ക്. അവളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹവും സാന്നിധ്യവും മാധ്യസ്ഥ പ്രാർത്ഥനയും എൻ്റെ യേശുപ്പച്ചൻ്റെ അനുഗ്രഹവും കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അപകടത്തിൽ നിന്നും അതുമൂലം ഉണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ച് എല്ലാവരുടെ മുമ്പിൽ ഒരു ജീവിക്കുന്ന സാക്ഷിയായി വന്നു നിന്ന് കർത്താവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മഹത്വം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് 19 എൻ്റെ കുഞ്ഞ്, ഞങ്ങൾ ഡിഫൻസ് ക്യാമ്പസിനുള്ളിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് താഴെ കളിക്കുന്നതിന് വേണ്ട ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞ് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്ന ശേഷം അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് കളിക്കാറുണ്ട്. അപ്പോൾ തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കുന്ന എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കുഞ്ഞ് അതിൽ കല്ല് പറക്കിയിടുകയും കുഞ്ഞു കുഴികൾ കല്ല് പറക്കിയിടുകയും അതുപോലെ എല്ലാ പൂക്കളൊക്കെ പറിച്ച് അതിനകത്തിട്ട്, ഇവളുടെ ഇതേ പ്രായത്തിലുള്ള വേറെ 3 കുഞ്ഞുങ്ങളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കളിക്കുക. അപ്പം ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു വാട്ടർ റീസൈക്ലേഷൻ പ്ലാന്റേഷനുണ്ട്. അപ്പം അവിടേക്ക് ആരുടെ അറ്റൻഷൻ അങ്ങനെ പോവാറില്ല. പക്ഷേ ഇവർ നിന്ന് കളിക്കുന്ന സമയത്ത് ഇവർ കണ്ടത്, അവിടുന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്ത് അവിടുത്തെ സെക്യൂരിറ്റി പുറത്തേക്ക് വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് നോക്കുമ്പം ഒരുപാട് വെള്ളം കണ്ടു. അപ്പോൾ അത് അന്ന് തലേ ദിവസം മഴ ഉണ്ടായതുകൊണ്ട് അത് ഗ്രൗണ്ട് നിരപ്പിന് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല അതിന് എത്രത്തോളം ആഴമുണ്ട്, അത് എന്ത് തരത്തിലുള്ള വെള്ളമാണ്, ഹൈലി കണ്ടാമിനേറ്റഡ് വാട്ടറാണ്. അപ്പോൾ കുഞ്ഞും മറ്റു കുട്ടികളും അവിടേക്ക് കടന്നു പോവുകയും എൻ്റെ കുഞ്ഞ് അബദ്ധത്തിൽ ആ വെള്ളത്തിൽ വീണു പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ വീടിനുള്ളിലാണ്, ഞാൻ ഈ സംഭവം അറിയുന്നില്ല. ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ എൻ്റെ മോളുടെ കരച്ചിൽ, മമ്മി മമ്മി എന്നുള്ള കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ വീടിന് പുറത്തേക്ക് വരുന്നതും. വന്ന് നോക്കുമ്പോൾ ഇവളെ ഞാൻ കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് താഴെ നിന്ന് പറഞ്ഞു, മെർലിൻ നീ പെട്ടെന്ന് താഴേക്ക് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴേക്ക് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു. കുഞ്ഞ് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞപ്പം ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ജൂലൈ 15 ജൂലൈ 14 എനിക്കൊരു സ്വപ്നം ഉണ്ടായി. അത് സ്വപ്നമാണോ ദർശനമാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നു എൻ്റെ അമ്മ എന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മുന്നേ കാണിച്ചു തന്നതാണെന്ന്. കാരണം എൻ്റെ മകൾ വെള്ളത്തിൽ വീഴുന്നതും അവളുടെ ജീവൻ ആപത്തുണ്ടാവുന്നതും അവൾ മരണപ്പെട്ടു പോകുന്നതും ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും അവരുടേതായ ലാംഗ്വേജിൽ അവരെക്കൊണ്ട് ചെറുപ്പം മുതലേ അവരെക്കൊണ്ട് പ്രാർത്ഥനാശീലം വളർത്തിയെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയും വിധത്തിലൊക്കെ ഞാൻ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോഴും അവർ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോവാറുള്ളത്. അപ്പം ആ ഒരു വെള്ളത്തിൽ പോയെന്ന് പറയുമ്പോഴാണ് അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ തൊട്ടടുത്തുള്ളതും എങ്ങനെ ഈ കുഞ്ഞ് അങ്ങോട്ട് പോയി എന്നുള്ളതും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഇവളെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ കിട്ടുമ്പം കുഞ്ഞ് ഒരു സെമി കോൺഷ്യസ് സ്റ്റേറ്റിലായിരുന്നു. അപ്പോഴത്തേന് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വേണ്ട ബേസിക് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവിടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന നിമിഷം വരെയും എനിക്കതിൻ്റെ ആ വെള്ളം ഉണ്ടായിരുന്ന ആ ടാങ്കിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. 20 അടി താഴ്ചയിലേക്കാണ് എൻ്റെ കുഞ്ഞ് വീണ് പോയത്. എൻ്റെ ഫ്രണ്ട് മേളിൽ നിന്ന് കാണുമ്പം കുഞ്ഞിൻ്റെ ഈ ഫിംഗർ ടിപ്സ് മാത്രമേ മുകളിലുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. വെറും 4 വയസ്സാണ് ഇവരുടെ പ്രായം. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇവരുടെ കയ്യിൽ കയറി പിടിച്ചു. എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്കൂളിൽ പോകുമ്പോഴൊക്കെ, എൻ്റെ ഈശോയെ നിൻ്റെ കാവൽ ദൂതഗണങ്ങളെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ അയക്കണമേ, പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം ചെയ്യണമേ എന്നും കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത്. ആ സമയത്ത് ആ കുഞ്ഞിലൂടെ പരിശുദ്ധമ്മ ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഒരു കാവൽ മാലാഖയെ അയച്ചു എന്ന് വേണം വിശ്വസിക്കാൻ.
ആ സമയത്ത് തന്നെ ആ പിടിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ അവിടെ വരികയും കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആദ്യത്തെ ദിവസം കുഞ്ഞ് സ്റ്റേബിളായിരുന്നു, ചെറിയ പനി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം അത്രയും ഹൈലി കണ്ടാമിനേറ്റഡ് വാട്ടറാണ്. എത്രത്തോളം ഇവളുടെ ഉള്ളിൽ പോയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എങ്കിലും മൈൽഡായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നു. കുഞ്ഞ് നെക്സ്റ്റ് ഡേ 19-ാം തീയതി സംഭവിക്കുന്നു. 20-ാം തീയതി കുഞ്ഞ് നല്ല ആക്റ്റീവായിരുന്നു. എങ്കിലും ഒരു ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സ്കൂളിൽ വിട്ടില്ല. പക്ഷേ 21-ാം തീയതി വൈകുന്നേരം വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുവാണ്. കുഞ്ഞ് പെട്ടെന്ന് വൈകുന്നേരം ഛർദ്ദിക്കുന്നു. കുഞ്ഞിന് ക്ഷീണമായി, ബുദ്ധിമുട്ടായി. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. വോമിറ്റിങ്ങിന് വേണ്ട മെഡിക്കേഷൻസ് തരുന്നു. കുഞ്ഞിനെ ഞങ്ങൾ വീണ്ടും വീട്ടിൽ കൊണ്ടുവരുന്നു. പക്ഷേ അന്ന് ഏർലി മോർണിംഗ് തുടങ്ങി കുഞ്ഞിന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഹൈ ടെമ്പറേച്ചർ, അതിൻ്റെ കൂടെ ലൂസ് മോഷൻസ്. വീണ്ടും കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ കൂടുതൽ കുറച്ച് കോൺഷ്യസ് ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. നമ്മൾ കുറച്ച് ഓവർ തിങ്ക് കൂടെ ചെയ്യും. ഇന്ന പോസിബിലിറ്റീസ് ഉണ്ടല്ലോ നമ്മൾ ആലോചിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മോഷനിൽ എനിക്കൊരു ബ്ലഡ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. വളരെ വളരെ ഒരു എന്താ പറയുക, നമുക്ക് കണ്ണുകൊണ്ട് നോക്കി കാണാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ മാതാവ് കാണിച്ചു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് ഞാൻ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഡോക്ടർ അടുത്തതായിട്ട്, കാരണം അപ്പോഴത്തെ കുഞ്ഞ് വീക്കായി തുടങ്ങി. അവിടെ നമുക്ക് പീഡിയാട്രിക് ICU ഇല്ല. അപ്പം തന്നെ ഡോക്ടർ ഓൾ ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അവിടെ ചെന്നു. ഞാനൊരു 10-15 ഡോക്ടേഴ്സിനോട് ഞാൻ ഇവളുടെ ഹിസ്റ്ററി റിപ്പീറ്റഡായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കുഞ്ഞിൻ്റെ കണ്ടീഷൻ വേഴ്സ്റ്റ് ആവുന്നതല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. ഈ സമയത്തൊക്കെയും ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ചു. അതുപോലെ ഉപ്പ് അവൾ കോൺഷ്യസ് അല്ല, അവൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു, അവൾക്ക് ഓറിയൻറ്റേഷൻ കുറവായിരുന്നു. ഈ സമയത്തൊക്കെയും കുഞ്ഞിൻ്റെ വായിൽ ഞാൻ ഉപ്പ് തേച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഒരു 6 മണിക്കൂറോളം ഞങ്ങൾ ആ ഒരു വലിയ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തു. പക്ഷെ അതിനുശേഷം അവർ കൈയൊഴിഞ്ഞു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്ത് വീണ്ടും കുഞ്ഞിന് വയറ്റിൽ കൂടെ ബ്ലഡ് പോയി. ബ്ലഡും ബ്ലഡ് സ്റ്റെയിൻസും ക്ലോട്ട്സൊക്കെ ആയിട്ട് പോയി. ആ സമയത്ത് എനിക്ക് ഡൗട്ട്, ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡൗട്ട് തോന്നി, കുഞ്ഞിൻ്റെ വജൈനയിൽ കൂടെയും വരുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുഞ്ഞാണ്. ഞാൻ വെറുതെ അവളുടെ വയറൊന്ന് പ്രസ് ചെയ്ത സമയത്ത് വെള്ളം വരുന്നത് പോലെ കുഞ്ഞിൻ്റെ വയറിൽ നിന്ന് സെക്രീഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് വജൈനയിൽ കൂടെ. ഒരമ്മ എന്ന നിലയിലും അത് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമുള്ള കാര്യമാണ്. അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ റെസ്പോൺസൊക്കെ പോയി. വൈറ്റൽ സൈൻസ് ഒക്കെ ഓക്കെയാണ്, സ്റ്റേബിളാണ്. പക്ഷേ കുഞ്ഞ് കംപ്ലീറ്റ്ലി ലെഥാർജിക്കായി, ഡ്രൗസി ആയി. പക്ഷേ പ്രത്യാശ, ഇമോഷണലി ഇംബാലൻസ് ആയി പാരൻസ് എന്ന നിലയിൽ. പക്ഷേ പ്രത്യാശ ഞങ്ങൾ കൈവിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ സഹായം ഒരുപാട് ആളുകളോട് ഞങ്ങൾ അപേക്ഷിച്ചു. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും ഉടമ്പടി എടുത്തവരാണ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങളങ്ങനെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു. കൃപാസനത്തിലും ഒരുപാട് ആൾക്കാർ വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന ലഭിച്ചു. ഇപ്പോഴും അവിടുന്ന് അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അവിടുന്ന് വീണ്ടും ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ പീഡിയാട്രിക് ICU ഇല്ല. അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരുപാട് അതിക്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാനൊരു കാര്യം വിട്ടുപോയി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ കുഞ്ഞിനെ ഞാൻ തോളിലെടുത്ത് എൻ്റെ വീടിൻ്റെ ഹാളിൻ്റെ പ്രാർത്ഥന റൂമിൽ വെച്ചിരിക്കുന്ന എൻ്റെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ദർശനവും സ്വപ്നമൊക്കെ കിട്ടി, പക്ഷെ അത് ശരി തന്നെ. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പം ഈ കുഞ്ഞ് എങ്ങനെ ഇരുന്നോ അതിനേക്കാളും എനർജി ആയിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം, എൻ്റെ ഈശോയെ, എൻ്റെ അമ്മ മാതാവേ. ഇത് പറഞ്ഞിട്ട് ഞാൻ പോയി. വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ പീഡിയാട്രിക് ICU ഇല്ല എന്നൊരു ഡോക്ടർ പറയുന്നു. അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ പരസ്പരം മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ടപ്പം ഒരു നേഴ്സ്, മലയാളിയാണോ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. അവിടെ കൊണ്ടുപോയി ഉടനെ തന്നെ എമർജൻസി ICUയിലേക്ക് കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു.
ഈ സമയത്തൊക്കെയും കുഞ്ഞിൻ്റെ വജനിൽ കൂടെയും അതുപോലെ മോഷനിൽ കൂടെയും ബ്ലഡും മറ്റുള്ള സെക്രീഷൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 24 മണിക്കൂറാണ് ഡോക്ടർ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൊരു സമയം 24 മണിക്കൂറാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ എന്ന് പറയുന്നത് 24 വർഷം പോലെ ആയിരിക്കും. കാരണം നമുക്കറിയില്ല, കുഞ്ഞ് ICUവിലാണ്, അവളുടെ സ്റ്റേജ് എന്താണ്, ജനിച്ച അന്ന് തുടങ്ങി ഈ സമയം വരെ എന്നെ വിട്ട് പിരിഞ്ഞ 1 മണിക്കൂർ പോലും സ്കൂളിൽ പോകുന്ന ടൈം അല്ലാതെ ഇരിക്കാത്തൊരു കുട്ടിയാണ്. എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല. ആ സമയത്തൊക്കെ ചിന്തിച്ചു, എൻ്റെ ഈശോയെ കുരിശിൽ തറച്ചപ്പം എൻ്റെ അമ്മ മാതാവ് എത്രത്തോളം വിഷമം അനുഭവിച്ചു കാണും. ആ വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിലെ സഹനമായിട്ട് ഞാൻ എടുക്കുവാണ്. എൻ്റെ ഈശോയുടെ കുരിശുമരണത്തോട് ചേർത്ത് വെച്ച് ആ സഹനം ഏറ്റെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് CT ബ്രെയിൻ, അതുപോലെ CT ചെസ്റ്റ്, മറ്റു കുറേ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ സ്കാനിങ്ങിനായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി സ്കാനിങ് റൂമിൽ കൊണ്ടു ചെന്നപ്പോഴും ഈ ഉടമ്പടി വസ്തുക്കൾ ഹസ്ബൻഡാണ് കൂടെ നിന്നത്. പക്ഷേ അതിന് മുന്നേ ഞാൻ കുഞ്ഞിനെ ഒന്ന് സ്റ്റേബിളാക്കാൻ വേണ്ടി അതിനകത്ത് കയറി. കാരണം ആംബുലൻസിൽ കൊണ്ടുപോകുമ്പം എമർജൻസി എക്യുപ്മെൻറ്റ്സ് ആയിട്ടാണ് കുഞ്ഞിനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് കുഞ്ഞിൻ്റെ തല മുതൽ ഉള്ളംകാല് വരെയും എൻ്റെ ഈശോയെ നിൻ്റെ ആണിപ്പാടുള്ള കരം തൊട്ട് പ്രാർത്ഥിക്കണമേ, പരിശുദ്ധ അമ്മയെ നീ കൂടെ നിന്ന് ഈ സ്കാനിങ് റൂമിൽ നീ കൂടെ നിന്ന് എൻ്റെ കുഞ്ഞിൻ്റെ റിപ്പോർട്ട്സ് നീ നോർമലാക്കി തരാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉടമ്പടി തൈലം തൊട്ടും അതുപോലെ ഉടമ്പടി ഉപ്പ് ആ സ്ഥലങ്ങളിൽ വെതറിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പുറത്തിരുന്നു പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ജപമാല ഞാൻ ചൊല്ലിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിട്ടില്ല. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. തിരിച്ച് കുഞ്ഞിനെ ICUലേക്ക് കൊണ്ടുപോയി. ഇപ്പം എൻ്റെ ഹസ്ബൻഡ്, ഞാൻ കാത്തലിക്കാണ്, പക്ഷേ ഹസ്ബൻഡ് നോൺ കാത്തലിക്കാണ്. എൻ്റെ കൂടെ ഞാനിപ്പം വന്ന് പുതുക്കിയത് 5ാമത്തെ ഉടമ്പടിയാണ്. പക്ഷേ എൻ്റെ 4ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ ഉടമ്പടിയിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ഉടമ്പടി നിയോഗമെന്ന് പറയുന്നത് എൻ്റെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും ആയുസ്സിനും വേണ്ടിയായിരുന്നു. എന്നെക്കൊണ്ട് മാതാവ് നിർബന്ധിച്ച് എഴുതിപ്പിച്ചതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ഒരു നിയോഗം എൻ്റെ മാതാവ് ഏറ്റെടുത്തത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇത് വന്നെങ്കിലും ഇന്ന് ഈ കുഞ്ഞുമായിട്ട് ഈ സ്റ്റേജിൽ വന്നു നിന്ന് ഈ അൾത്താരെ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കിയത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് നോൺ കാത്തലിക്കാണ്. അപ്പം ICUവിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, എനിക്കൊരു അടയാളം തരണമേ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ മാതാവ് എനിക്ക് സുഗന്ധാഭിഷേകം തന്നു. അതുപോലെ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ കൂടെ ഞാൻ ഇത്രയും ഉടമ്പടി 4 വർഷക്കാലമായി ഉടമ്പടിയിലുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടില്ല എൻ്റെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണമെന്നോ അല്ലെങ്കിൽ മാതാവിനെ വിശ്വസിക്കണമെന്നോ ഞാൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ വിശ്വാസമുണ്ട്, അതെനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കില്ല പ്രത്യക്ഷീകരണം. ബാക്കി എല്ലാ പ്രാർത്ഥനയിലും പുള്ളി ആക്റ്റീവാണ്. പുള്ളി എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കും. അതുപോലെ പുള്ളിയുടെ പ്രൊമോഷൻ എക്സാംസിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. അതിലൊക്കെ അദ്ദേഹം പാസ്സാവുകയും ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ICUവിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ വന്ന് സാക്ഷ്യം പറയുമോ നമ്മുടെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയ? അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ തീർച്ചയായിട്ടും പറയും. എൻ്റെ ജീവിതത്തിൽ അന്ന് എൻ്റെ ഹസ്ബൻഡ് ICUവിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ മുട്ടുകൊത്തി ഇരുന്ന് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് ഞങ്ങളിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലി. 24 മണിക്കൂർ പറഞ്ഞ ഡോക്ടേഴ്സ് പിറ്റേ ദിവസം 12 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു, നിങ്ങളിനി ഭയപ്പെടേണ്ടതില്ല. പിന്നെ ഉള്ളത് റിപ്പോർട്ട്സാണ്. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിലായി. അതുപോലും ഈ 24 മണിക്കൂർ എടുത്തില്ല. പരിശുദ്ധ അമ്മയുടെയും എൻ്റെ ഈശോയുടെ ഇടപെടൽ മൂലം എൻ്റെ കുഞ്ഞിൻ്റെ സ്കാനിങ് റിപ്പോർട്ട്സ് കംപ്ലീറ്റ്ലി നോർമലായി. പിന്നെയുള്ളത് ബ്ലഡ് റിപ്പോർട്ടാണ്. കുഞ്ഞിന് ബിലിറൂബിൻ്റെ കൗണ്ട് കൂടുതലാണ്, അതുപോലെ CRP അറിയാം. അതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയി, കുഞ്ഞിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് സെപ്റ്റിസീമിയാണ്. ഫുൾ ബോഡി ബ്ലഡ് എല്ലാം ഇൻഫെക്റ്റഡായി. എത്രത്തോളം ഓർഗൻസിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഹൈലി റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെയിൻ, അതുപോലെ ലങ്സ്, അങ്ങനെയുള്ള ഓർഗൻസിനാണ്. പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായതുകൊണ്ട് എൻ്റെ ചിന്ത മുഴുവനും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ടായിരുന്നു. കാരണം കുഞ്ഞ് അത്രയും ഡ്രൗസി, ലതാർജിക്കായി, മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇവിടെ ആക്റ്റീവില്ല. നല്ലോണം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് നമുക്കൊരു വിഷമമായി. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഷോക്കിലേക്ക് പോകും. ഏറ്റവും എൻഡെന്ന് പറയുന്നത് ഡെത്താണ്.
അപ്പം അതിനൊന്നും ഇടപെടുത്തിയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് റിക്കവറി എന്ന് പറയുന്നത് ഇപ്പോൾ ICUവിൽ കയറ്റിയെന്ന് പക്ഷെ എത്ര ദിവസം ആൻറ്റിബയോട്ടിക് എടുത്താൽ പോലും നിങ്ങൾക്കറിയാം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് എത്രത്തോളം ടൈം എടുക്കും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരാൻ. പക്ഷേ 4 ദിവസം കൊണ്ട് എൻ്റെ കുഞ്ഞിന് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ബ്ലഡ് വാല്യൂസ് അതുപോലെ അവളുടെ റിപ്പോർട്ട്സ് എല്ലാം നോർമലാക്കി തന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഉൾപ്പെടെ അത് വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഇത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയും പോലെ നമ്മുടെ ക്രെഡിറ്റോ നമ്മുടെ മെറിറ്റോ ഒന്നുമല്ല, ഇതെന്താ ദൈവത്തിൻ്റെ ഗ്രേസാണ്, എൻ്റെ ഈശോയുടെ ഗ്രേസ്. ഇപ്പം എല്ലാവരും ഇവളെ വിളിക്കും മിറാക്കിൾ ഗേൾ, അതുപോലെ ലക്കി ഗേൾ എന്ന് പറയും. കാരണം 2 ഇൻസിഡൻസ് നിന്നാണ് എൻ്റെ കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്നത്. ഒന്ന് 20 അടി താഴ്ചയിലെ വെള്ളത്തിലേക്ക് പോയി, അതുപോലെ തന്നെ ഇത്രയും സിവിയറായിട്ടൊരു കണ്ടീഷനിൽ നിന്ന് എൻ്റെ കുഞ്ഞ് റിക്കവറായിട്ട്, അതും ഫാസ്റ്റ് റിക്കവറായിട്ട്, വളരെ വേഗത്തിൽ അവൾ റിക്കവറായിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മിറാക്കിള്. അത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും എൻ്റെ യേശുപ്പച്ചൻ്റെ കൃപയും അനുഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. അത് അത് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചിരുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങളുടെ കുഞ്ഞിന് കിട്ടിയ സൗഖ്യം ഞങ്ങൾക്ക് പറയണം. അതുപോലെ തന്നെ ICUവിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഞാൻ ചെറിയ നാൾ മുതൽ തന്നെ സങ്കീർത്തനം 23-ാം സങ്കീർത്തനം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് 2 പേർക്കും. അവർക്കറിയുന്ന ഭാഷയിൽ അവരത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ICUവിൽ കിടക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ചെവിയിൽ, കുഞ്ഞിന് റെസ്പോൺസ് ഇല്ല, പക്ഷേ അവളുടെ ചെവിയിൽ ഞാൻ ഈ സങ്കീർത്തനം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. എപ്പോൾ എനിക്ക് കാണാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും സങ്കീർത്തനം 23 ഞാൻ അവളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ അവളോട് പറയും, അവളത് കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ അവളോട് പറയും, മാർക്കോസിൻ്റെ സുവിശേഷം 41-ാം അധ്യായത്തിൽ 5-ാം വാക്യം, 5-ാം അധ്യായത്തിൽ 41-ാം വാക്യമുണ്ട്. അതായത് ഒരു മരിച്ച ബാലികയെ നമ്മുടെ യേശുപ്പച്ചൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിട്ട്. അപ്പം അതുപോലെ തന്നെ ആ ഒരു ലെസൺ നമുക്ക് ഒരുപാട് യേശുപ്പച്ചൻ്റെ മിറാക്കിൾസ്, രോഗസൗഖ്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ചെകിടന് കേൾവി കൊടുത്തവനും കുരുടന് കാഴ്ച കൊടുത്തവനും മരിച്ചവനും ഉയർപ്പിച്ചവനുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഞാൻ എന്തിനാ വിശ്വസിക്കണം? പിന്നെ എല്ലാറ്റിനും ഉപരിയായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ എപ്പോഴും കൂടെയുണ്ട്. ഞാൻ ആ ICUവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ ഉണ്ട് അമ്മ, എന്നെ കൈവിടത്തില്ല എന്നുള്ള വിശ്വാസം എനിക്ക് പൂർണ്ണമായുണ്ട്. ഇപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാഗ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. അതോടൊപ്പം അഖണ്ഡ ജപമാല റാലിയിലും പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. ഇതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഓൺലൈനിലായിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം പത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും. അവിടെയുള്ള പാർക്കിലും അതുപോലെ ചർച്ചുകളിലും നമുക്കറിയുന്ന ആളുകൾക്കും അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ മാത്രമല്ല നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള അവസരം നമുക്ക് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റിൽ, നമ്മുടെ നാട്ടിലധികം കാണാൻ പറ്റില്ല, പക്ഷേ അവിടേക്ക് നമുക്ക് ഒത്തിരി ആളുകൾ അവരുടെ ബേസിക് നീഡ്സ് ഇല്ലാതെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഭക്ഷണം, അതുപോലെ ഷെൽട്ടർ, വസ്ത്രം, ഇതൊന്നും ഇല്ലാത്ത ആളുകളെ കാണാൻ പറ്റും. ഞങ്ങൾ കുടുംബമായിട്ട് പോയിട്ട് അവർക്ക് വേണ്ട ആഹാരവും മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഓൺലൈനിലൊക്കെ കാണുന്ന അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ദൈവം ഞങ്ങളെ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ആയിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞങ്ങളെ വിശ്വസിച്ച് ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് നമുക്കതിലൊരു ചീറ്റിംഗ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് മാനസികമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെയും ഞങ്ങളുടെ വിഷമം കണ്ട് ഞങ്ങളെ മറ്റുള്ള ആൾക്കാർ സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ആദ്യ കാലഘട്ടത്തിലെ നിയോഗങ്ങളുണ്ടായിരുന്നു. എൻ്റെ ബ്രദറും ഞാനും തമ്മിലൊരു അകൽച്ചയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ
ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. എന്നും ഈ ഉടമ്പടിയുടെ ഒരു സാക്ഷിയായിരിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുന്നിൽ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾ നിർത്തുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് സിന്ധു ബാബു. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 19 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. ഇത് എൻ്റെ സഹോദരൻ്റെ വൈഫ്, കുഞ്ഞ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2020 മെയ് 2-ാം തീയതിയാണ്. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി ഒരു നിയോഗം വച്ചിരുന്നു. ഞാനൊരു നേഴ്സാണ്, എൻ്റെ സഹോദരനും നേഴ്സാണ്. അവൻ ബോംബെയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവന് വിദേശത്തേക്ക് പോകുവാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അവൻ്റെ ചെസ്റ്റ് എക്സ്റേയിൽ ഒരു പാച്ചസ് ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ന്യൂമോണിയ വരികയും ആ ന്യൂമോണിയയിൽ ഒത്തിരി സിവിയറായി അവനെ ഹൈ ആൻറ്റിബയോട്ടിക്കിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. അങ്ങനെ ആ പാച്ചസ് ഇപ്പോഴും അവൻ്റെ ചെസ്റ്റ് എക്സ്റേയിലുണ്ട്. അതുകൊണ്ട് വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ ഇൻ്റർവ്യൂ എല്ലാം പാസ്സാകുമെങ്കിലും മെഡിക്കലി അവൻ അൺഫിറ്റ് ആകുമായിരുന്നു. അങ്ങനെ ഞാൻ നിയോഗം വെച്ചും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മെയ് 20-ാം തീയതി ബഹ്റൈനിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ മെഡിക്കലി അവൻ ഫിറ്റായി. അവൻ 2-ാം തീയതി ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. മെയ് 20-ാം തീയതി അവൻ ബഹ്റൈനിൽ എത്തുകയും ചെയ്തു. അതും അവിടുത്തെ മിനിസ്ട്രിയിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി അവൻ എത്തി. അതിനുശേഷം 10 ദിവസത്തെ ക്വാറൻറ്റൈന് ശേഷം അവിടെയും ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ആരോടും പറയാതെയാണ് അവൻ അവിടെ എത്തിയത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടുത്തെ മെഡിക്കൽ ചെക്കപ്പിൽ അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടും. അതുകൊണ്ടാണ് നാട്ടിൽ ആരോടും പറയാതെ അവൻ അവിടെ എത്തിയത്. ഞങ്ങൾക്ക് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മാത്രമാണ് അറിവുണ്ടായിരുന്നത്. അവിടുത്തെ 10 ദിവസത്തിന് ശേഷമുള്ള അവിടുത്തെ മെഡിക്കൽ ചെക്കപ്പിലും ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മെഡിക്കലി അവൻ ഫിറ്റാവുകയും അവിടെ രജിസ്റ്റേർഡ് നേഴ്സായി അവന് ജോലി ലഭിക്കുകയും ചെയ്തു. അവിടെ ജോലിക്ക് കയറി അവിടുത്തെ ഒരു ലൈസൻസ് ഉണ്ട് നമുക്ക്. ആ ലൈസൻസിൽ എടുക്കണമെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസിന് ഒരു 5 മാസത്തെ കുറവുണ്ടായിരുന്നു. ആ കുറവുണ്ടെങ്കിൽ അവിടെ ഒരു എക്സാം എഴുതി പാസ്സാകണമായിരുന്നു. അപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, അത് ഒത്തിരി ടഫുള്ള എക്സാമാണ്, അപ്പോൾ പാസ്സാകുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് ചൊവ്വാഴ്ചയുള്ള ആരാധനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് എക്സാം ഒന്നും കൂടാതെ അവിടുത്തെ ലൈസൻസ് കിട്ടി. അതുപോലെ തന്നെ 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്ക് അവിടെ എക്സാം എഴുതേണ്ടതായിട്ടും വന്നു. അമ്മ മാതാവ് അവിടെയും ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നീട് ഞങ്ങൾ അവൻ്റെ വിവാഹത്തിന് വേണ്ടി നിയോഗത്തിൽ വച്ചിരുന്നു. 32 വയസ്സായിരുന്നു. വിദേശത്ത് വന്ന് 6-7 മാസത്തിനുള്ളിൽ അവൻ്റെ വിവാഹം നടക്കുകയും അതിനുശേഷം ഞങ്ങൾ 7/7/2022 ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലാത്തൊരു നിയോഗമായിരുന്നു. എൻ്റെ കാലിൻ്റെ പാദത്തിനൊരു വേദനയുണ്ടായിരുന്നു. ഒരു 6 മാസമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി വസ്തുവിലെ ഉപ്പ് ചൂടുവെള്ളത്തിൽ കലക്കി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ദിവസം ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ വേദന കംപ്ലീറ്റായി മാറി. ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് വേദന വരാറില്ല. പിന്നീട് ഇവർക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് ഞങ്ങൾക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി പ്രായമായവരാണ്. അപ്പോൾ അവർക്ക് ഒരു കുഞ്ഞിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞ് വീണ്ടും 3 വർഷമായി ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. വീണ്ടും ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട്. അതിൻ്റെ ഫലമായി 2024 ഓഗസ്റ്റ് 15-ാം തീയതി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് അവൾ പറയും. ഞാനിവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വരുന്നത് 7/7/2022 അതിനുശേഷം ഞാൻ നിയോഗമായി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കുടുംബ സമാധാനത്തിനും കുഞ്ഞുങ്ങളുണ്ടാകുവാനും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും കുടുംബ അംഗങ്ങൾക്കുള്ള സൗഖ്യത്തിനും വേണ്ടിയായിരുന്നു. മാതാവിൻ്റെ ദർശനം പോലെ എനിക്കെപ്പോഴും തോന്നുമായിരുന്നു
കുഞ്ഞുങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാനെന്ന്. ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയം മുതൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലി മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത അയച്ച് കൃപാസന പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലി പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു. പറഞ്ഞ പോലെ 3 കൊല്ലമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായില്ല. ഓഗസ്റ്റ് 15-ാം തീയതി ശൂനോയ പെരുന്നാളിൻ്റെ അന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. ഞങ്ങൾ അതിന് തൊട്ട് അതായത് ജൂലൈ മാസം 2022-ാം തീയതി ആയിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തിരുന്നത്. 2 വർഷം പൂർത്തിയായ ആ സമയത്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ 2 പേരും UK-യിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടെസ്റ്റുകളൊന്നും അല്ലാതെ ചെയ്യാനുള്ള സാധ്യതകളില്ലായിരുന്നു. ഫസ്റ്റ് സ്കാൻ വരുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്കാൻ വരുന്നത് 3-ാം മാസത്തിലായിരുന്നു. സെപ്റ്റംബർ 27-നായിരുന്നു ആ ടെസ്റ്റ് വന്നത്. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ സ്കാനിങ്ങിന് പോയപ്പോഴും കാശുരൂപൻ കൈ പിടിച്ച് എണ്ണ തേച്ച് പ്രാർത്ഥിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒക്ടോബർ 2-ാം തീയതി ഞങ്ങൾക്കൊരു കോൾ വരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. നിങ്ങളുടെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള ഹൈ ചാൻസ് ഉണ്ട്, എമർജൻസി ആയിട്ട് നിങ്ങൾ വന്ന് ഞങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. അതിനെപ്പറ്റി കൂടുതൽ അബോർഷനെ പറ്റിയോ ബാക്കി സാധ്യതകളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചാണ് ആദ്യമേ അവിടെ ചെല്ലുന്നത്. എന്താണേലും പ്രാർത്ഥനയോടെ ദൈവസന്നിധി ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിച്ച് വെച്ച് ചെന്നു. ഫർദർ റെഫറൻസുകളുണ്ടായിരുന്നു, ഫർദർ ടെസ്റ്റുകളുണ്ടായിരുന്നു. ക്രോമസോമൽ അനോമാലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അമ്നിയോസിന്തസിസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തു. അതും സ്പെഷ്യാലിറ്റി ഫീറ്റൽ മെഡിസിൻ്റെ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടേഴ്സിനെ റെഫർ ചെയ്ത് അവിടെ വെച്ചാണ് ചെയ്യുന്നത്. ഞങ്ങൾ സ്കാനിങ് ത്രൂ ഔട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നതും റിസ്ക്കാണ് കുഞ്ഞിന്. അബോർഷൻ ചാൻസസ് വീണ്ടും കൂട്ടും. ബാക്കി അല്ലാത്ത നമുക്ക് ഇൻഫെക്ഷൻ അങ്ങനെ ഉണ്ടാകാനുള്ള റിസ്ക് കാര്യങ്ങളൊക്കെ കൂട്ടും. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ മാതാവിനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയെ സമർപ്പിച്ച് ടെസ്റ്റ് ചെയ്തു. ഒരാഴ്ച 3 ദിവസമായിരുന്നു എൻ്റെ ടെസ്റ്റ് റിസൾട്ട് വരാനുണ്ടായിരുന്ന സമയം. ഞങ്ങൾ നോൺ കാത്തലിക്കാണ്, ജപമാല പ്രാർത്ഥന ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അച്ഛന് ഓൾറെഡി ജപമാല പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയിരുന്നു. ഞങ്ങൾ ജപമാല പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ഉപവാസത്തോടു കൂടി ഈ ഒരാഴ്ചക്കാലം ഫുൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ച പോലെ ഒരു കുഴപ്പവും തന്നെ ഇല്ലായിരുന്നു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാമെന്ന രീതിയിൽ റിസൾട്ട് വന്നു. ഞങ്ങൾ സ്ഥിരമായി കൃപാസനത്തിലെ ചൊവ്വാഴ്ച പ്രാർത്ഥനകളും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും കേൾക്കുമായിരുന്നു. ആ ആഴ്ച ചൊവ്വാഴ്ച കേട്ട പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, വിദേശത്തിരിക്കുന്ന ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അവരുടെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാവുന്നതുകൊണ്ട് പേടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒഴിഞ്ഞു പോട്ടെ ഒഴിഞ്ഞു പോട്ടെ ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ പ്രാർത്ഥന ഇതിന് മുന്നും കേട്ടിട്ടുണ്ട്. അതുവരെ ഇങ്ങനൊരു അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി തന്നെ പറഞ്ഞതുപോലെ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് അത് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി. വീണ്ടും അതിൻ്റെ ഫർദർ ടെസ്റ്റുകളൊക്കെ നടന്നു. ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. 5-ാം മാസത്തെ സ്കാനാണ് ഇനി അടുത്ത് വരുന്നത്. ആ ടെസ്റ്റ് വന്നപ്പോഴത്തേന് അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് വേറെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കുഞ്ഞിന് കാർഡിയാക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഈ ഹോസ്പിറ്റലിലെ സെറ്റപ്പ് അനുസരിച്ച് പോരാ, ഫർദറായിട്ട് ലണ്ടനിലുള്ള കാർഡിയാക്ക് സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞിനെ ഞങ്ങളെ റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നവംബർ 18 എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്. ഞങ്ങൾ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയതും. ഓൾറെഡി ഒരു പ്രതിസന്ധി കഴിഞ്ഞു, അടുത്ത ഒരു ഘട്ടം വരുവാണ്. എല്ലാം നല്ല രീതിയിൽ പെരണേന്ന് പ്രാർത്ഥിച്ച് തൈലം പുരട്ടി എണ്ണ തേച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് കയറി. അവർ പറഞ്ഞു പേടിക്കുന്ന പോലെ ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഈ സാഹചര്യത്തിൽ അത് പറയാൻ പറ്റില്ല, കുഞ്ഞിൻ്റെ പൊസിഷനൊക്കെ അനുസരിച്ച് അത് വേരിയേഷൻ വന്നെന്നിരിക്കാം, ഇനി മുന്നോട്ട് കുഞ്ഞ് വലുതാവുന്നതനുസരിച്ചും ഡെലിവറി കഴിയുമ്പോഴൊക്കെ അത് പറയാൻ പറ്റുള്ളൂ, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാം. ഫീറ്റൽ മെഡിസിനിലോട്ട് റെഫർ ചെയ്തു. അവിടെ ചെന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പം പിന്നെയും കുറേ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു.
സാധാരണ ഒരു കുഞ്ഞിന് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് 3-ാം മാസത്തിനകത്താണ്. കുഞ്ഞിൻ്റെ അതായത് വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ലണ്ടനിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്തിട്ട് പറഞ്ഞു തൈമസ് ഗ്ലാൻഡ് കാണുന്നില്ല. എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പോലും കുഞ്ഞിനൊരു പ്രതിരോധ ശക്തി ഉണ്ടാവില്ല. വിത്തിൻ അവേഴ്സ് കുഞ്ഞ് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി ശരിക്കും ആലോചിച്ച് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ മതി. 5-ാം മാസം ആയതേ ഉള്ളൂ. ഇപ്പോഴും ഓപ്ഷനുണ്ട്. വേറെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അബോർഷനെ പറ്റി ചിന്തിക്കാം. അല്ലെങ്കിൽ എന്താണെന്നുള്ള ആലോചിച്ച് മുന്നോട്ട് പറയാനുള്ള രീതി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ എന്താണേലും ദൈവസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നീ തന്ന ഈ കുഞ്ഞിനെ എടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കാൻ ഞങ്ങൾ ആരുമല്ല. നീ തന്നത് നിനക്ക് വേണ്ടെങ്കിൽ നീ എടുക്കുക. ഞങ്ങൾ അതിനകത്തൊരു തീരുമാനം എടുക്കാൻ ഞങ്ങളെ കൊണ്ട് ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിച്ച് മാതാവിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയി. അവർ ഫർദറായിട്ടുള്ള ക്രോമസോമൽ അനോമാലി ടെസ്റ്റ്, ഫുൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വീണ്ടും 10 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് മറ്റൊരു സഹോദരിയുണ്ട്. സഹോദരിക്ക് ഒരു ചേച്ചി ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. ആ സമയത്ത് ചേച്ചിക്ക് ദർശനം കിട്ടുന്നു. ഒരു സമയം പറഞ്ഞു 29-ാം തീയതി നവംബർ 29-ാം തീയതി 11 മണിക്ക് 11:02 റിസൾട്ട് വരും, എല്ലാം നോർമലായിട്ട് വരും എന്നുള്ളൊരു ദർശനം ചേച്ചിക്ക് ലഭിക്കുന്നു. ഞങ്ങൾ 29-ാം തീയതി വെയിറ്റ് ചെയ്തു. റിസൾട്ട് കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചത് എന്താ നമുക്ക് തോന്നിയതാവാം. വീണ്ടും 2-3 ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നു. മാതാവിൻ്റെ മധ്യസ്ഥത ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ക്രോമസോമൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതി ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. ഞങ്ങൾ ഫൈനൽ റിപ്പോർട്ട് എടുത്തു നോക്കിയപ്പം ചേച്ചിക്ക് ദർശനം ലഭിച്ച ആ സമയമായിരുന്നു അതിൽ റിപ്പോർട്ടഡ് ടൈമായിട്ട് കാണിച്ചത്. ഫൈനൽ റിപ്പോർട്ട് വന്നതായിരുന്നു 2 ദിവസം കൂടെ കഴിഞ്ഞ്. ഞങ്ങൾ ഇൻഫോം ചെയ്ത ഡേറ്റ് 2 ദിവസം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിലും റിപ്പോർട്ട് നോട്ട് ചെയ്ത സമയമായിരുന്നു 29-ാം തീയതി നവംബർ. അത് കഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻസി ത്രൂ ഔട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്. 6-ാം മാസത്തിൽ എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കൂടുതലുള്ള പ്രശ്നങ്ങൾ, കുഞ്ഞിന് കാർഡിയാക്ക് ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുകൊണ്ട് പറഞ്ഞു. എല്ലാ സ്കാനിങ്ങിലും ഓരോരോ പ്രശ്നങ്ങൾ. പക്ഷെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് തൈലം പുരട്ടി ഉപ്പ് വായിൽ വെച്ച് തേൻ പുരട്ടി വയറിൽ എണ്ണ കൊണ്ട് തൂത്ത് പ്രാർത്ഥിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത്ഭുതകരമാണെന്ന് പറയട്ടെ, ഈ തൈമസ് ഗ്ലാൻഡ് കണ്ടില്ല എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ അടുത്ത സ്കാനിങ് ചെയ്യുന്നപ്പോൾ പൂർണ്ണ വളർച്ചയുള്ള തൈമസ് ഗ്ലാൻഡ് അവിടെ ഇരിക്കുന്നു. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഗോ ഹെഡ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഞാനും മെഡിക്കലി ഉള്ള ഫീൽഡിലുള്ള ഒരാളാണ്. ഞങ്ങൾക്കൊക്കെ അത്ഭുതം. അതായത് ഡിജോ സിൻഡ്രോം എന്ന് പറയുന്ന ഡൗൺ സിൻഡ്രോത്തിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു പറഞ്ഞത്. അത് ബുദ്ധിവൈകല്യം മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് ശാരീരിക വൈകല്യം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനായിരുന്നു. അത് അശേഷമില്ലാതെ കംപ്ലീറ്റ്ലി ഒരു മിറക്കിൾ എന്ന രീതിയിൽ പൂർണ്ണമായിട്ടും കുഞ്ഞിനൊരു കുഴപ്പമില്ല, നിങ്ങൾ വിളിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ഡോക്ടർ പറയത്തക്ക രീതിയിൽ അത്ഭുതകരമായിട്ട് അവിടെ ഞങ്ങൾക്കൊരു സാക്ഷ്യം ലഭിച്ചു. പിന്നെയും പ്രഗ്നൻസിയിൽ അല്ലാത്ത ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഫ്ലൂയിഡ് കൂടുതലായതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 9-ാം മാസം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. 8-ാം മാസം ആകുമ്പോഴത്തേന് സിസേറിയൻ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആഴ്ച സ്കാനിങ് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. മാർച്ച് 14-ാം തീയതി സിസേറിയനെ ഡേറ്റ് ഫിക്സ് ചെയ്തു. 13-ാം തീയതി അതായത് തലേന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരു സ്കാനും കൂടെ ഉണ്ടായിരുന്നു. സ്കാനിങ്ങിന് ചെന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു വാൽവിന് കാർഡിയാക് വാൽവിന് എന്തോ പ്രശ്നമുണ്ട്, വാൽവിന് ലീക്കേജ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു സംശയം. നമുക്ക് വീണ്ടും ലണ്ടനിലെ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ഈ നമ്മുടെ ലോക്കലുള്ള ഹോസ്പിറ്റലിൽ സർജറി ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പം ആ ലണ്ടനിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും, അതിനുവേണ്ടി റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാമിലിക്ക് പോലും വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. 9-ാം മാസത്തെ ഡേറ്റ് പ്രതീക്ഷിച്ചിരുന്നു. പെട്ടെന്ന് എമർജൻസി ആയിട്ട് 8-ാം മാസത്തിൽ സിസേറിയൻ എന്നുള്ള പ്ലാനിലേക്ക് പോയി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴും അവർ പറഞ്ഞു ഇപ്പോൾ ഇൻകൺക്ലൂസീവ് ആണ്, പൊസിഷൻ വെച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല, ഇനി മുന്നോട്ട് കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോഴേ ബാക്കി പറയാൻ പറ്റുള്ളൂ, ഡെവലപ്മെൻറ്റൽ ഇതൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ഞങ്ങൾ എന്താണേലും സ്കാൻ ഇത് കഴിഞ്ഞു. അവർ ഞങ്ങൾക്ക് അപ്രൂവൽ തന്നു ലോക്കൽ ഹോസ്പിറ്റലിൽ തന്നെ ഡെലിവറി ചെയ്യാമെന്നുള്ളത്. CS വഴിയാണെങ്കിലും വളരെ ആരോഗ്യത്തോടെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ദൈവം പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചത്.
ഡെലിവറി കഴിഞ്ഞ് 3-ാം ദിവസം എക്കോ ചെയ്തു. അന്ന് പിള്ളേരുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ അഡൾട്ടായിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു ചെയ്തത്. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഡോക്ടറിന് ഒരു റിസൾട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ്, ഇൻകൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വീണ്ടും ഞങ്ങൾ ഈ പ്രഷറും വെച്ച് എന്നിട്ട് അവർ പറഞ്ഞു കുഞ്ഞല്ലേ, കാർഡിയാക്ക് ഇതായിട്ടൊക്കെ ശരിക്കും വികസിച്ച് വരണമെങ്കിൽ ഒരു 3 മാസം എടുക്കും, എങ്കിലേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓരോ ദിവസവും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് കൃപാസനം മാതാവിനോട് യാചിച്ച് സർവ്വ പ്രാർത്ഥനകളും ചൊല്ലി കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പോന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ലണ്ടനിലെ ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരികയും അവിടെ വെച്ച് എക്കോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. അവർ പറഞ്ഞു ഒരു കുഴപ്പവും തന്നെ ഇല്ല കുഞ്ഞിന്, എല്ലാം നോർമലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയും നാളും ഓരോ ആഴ്ചയും കണ്ടുകൊണ്ടിരുന്ന സ്കാൻ റിപ്പോർട്ടിന് എല്ലാം തിരുത്തിക്കൊണ്ട് അവർ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, കുഞ്ഞ് പൂർണ്ണ ഹെൽത്തിയാണ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഹീ ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ എന്നുള്ള റിപ്പോർട്ട് വന്നു. എൻ്റെ ജീവിതത്തിൽ വെച്ച് തന്നെ വളരെ അത്ഭുതകരമായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഈ പ്രഗ്നൻസി ത്രൂ ഔട്ട്. മാതാവിനോടും കൃപാസന മാതാവിനോടും ദൈവ തിരുകുമാരനോടും എല്ലാ വിധത്തിലുള്ള നന്ദികളും കോടാനുകോടി നന്ദികളും സമർപ്പിച്ച് പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ വഴി അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് പറയാനുണ്ട്. പക്ഷേ എൻ്റെ കൂടെ എൻ്റെ മകനില്ല. എൻ്റെ മകൻ്റെ സാക്ഷ്യം എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷേ അത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് എൻ്റെ മകനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നീട് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണാറുണ്ട്, അത് സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ചൊവ്വാഴ്ചയിൽ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുണ്ട്, അതും ഷെയർ ചെയ്യാറുണ്ട്. പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി അവിടുത്തെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി ഉടമ്പടി എടുത്ത ഒത്തിരി മക്കളെ എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ അമ്മയെപ്പറ്റി പറയാറുണ്ട്. പിന്നെ എനിക്ക് 2 പ്രാവശ്യം ദർശനത്തിൽ അമ്മയെ കാണാൻ പറ്റി. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ അമ്മയുടെ ഒരു ഫോട്ടോ ആയിരിക്കുമെന്ന്. പക്ഷേ അമ്മയുടെ കയ്യിൽ ഒരു തിരുക്കുമാരൻ ഉണ്ടായിരുന്നു. ആ തിരുക്കുമാരൻ ഞാൻ പെട്ടെന്ന് തിരുക്കുമാരൻ 2 കാലുകൾ വിട്ട് അനക്കിക്കൊണ്ട് എൻ്റെ ദർശനത്തിൽ എനിക്ക് അമ്മ കാണിച്ചു തന്നു. പിന്നീട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അമ്മ ദർശനത്തിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനെയും ഞങ്ങളുടെ ഒപ്പം അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ പാവപ്പെട്ടവരെ ഞങ്ങളുടെ കഴിയുന്ന പോലെ സഹായിക്കാറുണ്ട്. പിന്നീട് ഞങ്ങളുടെ വീടിനടുത്തുള്ള വൃദ്ധസദനത്തിൽ ഞങ്ങൾ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാറുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അയച്ചിങ്ങോട്ട് കൊടുക്കും. ഇവർ എൻ്റെ മകൻ വഴിയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വഴിയും ഒക്കെ സഹായിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മോഹനൻ, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ആരും തന്നെ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 30/3/2024 അപ്പം ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, 1 വർഷമായിട്ട് എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ശ്വാസം മുട്ടലായിട്ടല്ല, ഭയങ്കര സഫോക്കേഷൻ, ഇടയ്ക്കെല്ലാം അങ്ങ് ബ്രീത്ത് ശരിയല്ലാതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ 1 വർഷം ഞാൻ പല ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സിനെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി കണ്ടു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം നോർമലി വരുന്നത് ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ഒക്കെയാണ്. ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അസിഡിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഗ്യാസ്ട്രോയെ പോയി കണ്ടു. അപ്പോൾ ആദ്യമായിട്ട് ഈ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഡ്യൂട്ടി ടൈമിൽ പോയി ഞാൻ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ അസിഡിറ്റി കൂടിയിട്ടുണ്ടാവും, അതുകൊണ്ടാവും നിനക്ക് ആ ഒരു സഫോക്കേഷൻ തോന്നുന്നത്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള മരുന്നും കാര്യങ്ങളും തന്നു. അങ്ങനെ ആദ്യം ഞാൻ 1-2 ആഴ്ച അത് കഴിച്ചു. അത് കഴിച്ചിട്ട് എനിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അവരെന്നോട് പറഞ്ഞു, എടി ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വരുവാണെങ്കിൽ അത് ലങ്സിന് എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള കേസുകളല്ലേ വരുന്നത്, നീ ഒരു കാർഡിയോളജിസ്റ്റിനെ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു, പൾമണോളജിസ്റ്റിനെ കാണിച്ചു, ഗ്യാസ്ട്രോയിനെ കാണിച്ചു. ഇവരെല്ലാം കുറേ ബ്ലഡ് ടെസ്റ്റും എക്സ്റേ, ECG, PFT
എക്കോ, എൻഡോസ്കോപ്പി, ഇങ്ങനെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഇതുപോലെയുള്ള കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഇവർ തന്ന മരുന്നുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തിനടുത്ത് ഞാനിങ്ങനെ കഴിച്ചു. അപ്പം ഈ മരുന്ന് വാങ്ങിക്കാനായിട്ട് തൊട്ടടുത്ത ഫാർമസിയിലാണ് ഞാൻ പോകുന്നത്, ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞെ നീ എന്തിനാ ഇത്രയും മരുന്ന് കഴിക്കുന്നത്, നിൻ്റെ കിഡ്നി പോകത്തില്ലേ നീ ഇത്രയും മരുന്ന് കഴിച്ചാലെന്ന്. ലാസ്റ്റ് ഞാൻ അവിടുത്തെ മരുന്ന് നിർത്തി ആയുർവേദം നോക്കാമെന്ന് വെച്ച് പോയി. ആയുർവേദത്തിൻ്റെ അവിടെ ചെന്ന് അവർ കുറച്ച് ലേഹ്യവും അരിഷ്ടവും ഇതൊക്കെ തന്നു. അപ്പോൾ അത് അവർ പറയുന്ന രീതിയിൽ ഞാൻ കഴിച്ചു. ഭക്ഷണത്തിലൊക്കെ ക്രമമൊക്കെ വരുത്തി കഴിച്ചു. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ശ്വാസം നേരെ എടുക്കാൻ കഴിഞ്ഞില്ലേ ജീവിതം ഭയങ്കര എന്താ പറയുന്നത്, നരകിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ്. അതായത് 1 വർഷം ഞാൻ ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് നടന്നു. വീട്ടിൽ പറയുമ്പം അവർ പറയും, മോനെ നീ മരുന്ന് കഴിക്കുക, നീ പ്രാർത്ഥിക്കുക, നമുക്ക് എല്ലാം ശരിയാവും, നീ മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്കൊരു വ്യത്യാസവും തോന്നിയില്ല. ലാസ്റ്റ് എല്ലാവരും ഫൈനലി പോകുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണല്ലോ. അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഒന്ന് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ഗ്യാസ്ട്രോയിനെ കാണിച്ചു. പോയപ്പോൾ ഈ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് പോയത്. അവർ നേരെ കണ്ടിട്ട് റിപ്പോർട്ടിലൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല, നിനക്ക് ആ അസിഡിറ്റിയുടെ കൂടുതലും കൊണ്ടാവാം നിനക്ക് ഈ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നതെന്ന് അവർ പറഞ്ഞു. അവർ മെഡിസിൻ തന്ന് എന്നെ വിട്ടു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഫൈനലി നമ്മൾ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജാണല്ലോ, എന്നിട്ട് പോലും അവിടെ കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അവിടെ വെളിയിൽ കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് ഞങ്ങൾ തിരിച്ച് സങ്കടത്തോടെ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ പടി ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചേച്ചി എൻ്റെ നേർക്ക് വന്ന് ഈ കൃപാസനത്തിലെ പത്രം തന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനം എന്ന് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ കൃപാസനം ഒന്ന് വായിച്ചു, മാതാവിൻ്റെ ഒരു രൂപവും കണ്ടു. അപ്പം ഞാൻ തമാശയ്ക്ക് എൻ്റെ അച്ഛനോടും അമ്മയോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ആർക്കും മാതാവിന് വേണ്ട, എൻ്റെ മതി മാതാവിന്. അത് ആ ചേച്ചി എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് ഈ പത്രം കൊണ്ട് എത്തിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ ആ പത്രം നോക്കാനോ വായിക്കാനോ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞ് അടുപ്പിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ട് കിടക്കുന്ന ഇടയിൽ കൃപാസനത്തിൽ സാക്ഷ്യം കയറി വരുന്നു. ഒരു സാക്ഷ്യം കണ്ടു, വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഞാനത് നോക്കാൻ പോയില്ല. പിന്നെ ഇത് എന്നും ഡെയിലി ഡ്യൂട്ടിക്ക് പോവും. ഡ്യൂട്ടിക്ക് ബുദ്ധിമുട്ടും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ജീവിതം കടന്നു പോകണ്ടേ, വീട്ടിലെ കാര്യങ്ങളെല്ലാം കടന്നു കൊണ്ടുകൊണ്ട് ജോലി ഉപേക്ഷിക്കാനും പറ്റത്തില്ല. അങ്ങനെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാം. അപ്പം പുറയുന്ന ഒരു ചേച്ചി എന്നെ കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പത്രം തന്നു. ഞാൻ സങ്കടത്തോടെ പോകുന്നു. നോക്കിയപ്പം കൃപാസനത്തിലെ പത്രം. അപ്പോൾ ആ ചേച്ചി ഞാൻ ഇറങ്ങുന്ന ഹോസ്പിറ്റലിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതെന്തോ കൃപാസനം, ഇത് റിപ്പീറ്റായിട്ട് എനിക്ക് കൃപാസനം എന്നുള്ള ഒരു ഇതാണല്ലോ വരുന്നത്, അപ്പോൾ അതെന്തോന്ന് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നെ, ഇവിടെ കലവൂരിലെ മാതാവിൻ്റെ ഒരു പള്ളിയാണ്, അവിടെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഒത്തിരി സൗഖ്യമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ചേച്ചിയോട് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ എന്തായാലും ധൈര്യമായിട്ട് നീ അവിടെ പള്ളിയിൽ അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കുക, ഇത്രയും അസുഖങ്ങളൊക്കെ ഭേദമാക്കുന്ന മാതാവിൻ്റെ നിൻ്റെ കാര്യം എളുപ്പം മാറ്റാൻ കഴിയുന്നില്ല, നീ ടെൻഷൻ ആകണ്ട. ആ ചേച്ചി എനിക്കൊരു വിശ്വാസം തന്നേ. എന്നിട്ട് ചേച്ചി എൻ്റെ നമ്പർ വാങ്ങിച്ച് ഇവിടുത്തെ പ്രാർത്ഥനകൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് വാട്സപ്പ് വഴി ചെയ്യുമായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് ആ ഉടമ്പടിക്കാരെയൊക്കെ എങ്ങനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒരു പേപ്പറിൽ, എനിക്കറിയത്തില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പറിൽ 6 നിയോഗങ്ങൾ എഴുതി വെച്ചിട്ട് ആ പത്രപേപ്പറത്തിൽ കണ്ട മാതാവിനെ എടുത്ത്, എനിക്ക് വേറെ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊരു ഹിന്ദുവാണ്, അത് വെച്ച് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ചേച്ചി എന്ന് സാക്ഷ്യം അയച്ചു തരും. പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിപ്പോയി, ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്നിടത്ത് എനിക്ക് എന്തുകൊണ്ട് അത്ഭുതം സംഭവിച്ചുകൂടാന്നായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ചേച്ചി സത്യം പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന പോലെ ഞാൻ വിളിക്കും. കാരണം ചേച്ചി എന്നാ പോകുന്നത് ചേച്ചി, കാരണം ഞാൻ പത്തനംതിട്ടല്ല, എനിക്ക് ഇങ്ങ് വരെ വരികയെന്ന് വെച്ചാൽ അത്ര പോസിബിളല്ല. ഒരു ദിവസത്തെ പോക്കുവരവാണ്. പൊടി കുഞ്ഞുണ്ട്, അപ്പോൾ അവൾക്ക് അന്ന് 1.5 വയസ്സ് 2 വയസ്സേ ഉള്ളൂ. അപ്പം പാടായിരുന്നു ഇപ്പോൾ പോക്ക് വരെ. അപ്പോൾ എനിക്ക് വഴി അറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് വീട്ടിലിങ്ങനെ അതുപോലെ ഞാൻ കുറേ ആയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. പക്ഷെ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് സൈറ്റിലൊന്നും കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു ബോധ്യം, ദൈവമേ മാതാവ് എന്നെ ഡയറക്റ്റ് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഞാൻ ഡയറക്റ്റ് പോകുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യം അച്ഛനും അമ്മയും ഇരിക്കുക, അവരോട് പറഞ്ഞു, അമ്മ ഇതുപോലെ കലവൂര് ഇവിടെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് കൃപാസനം, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു. ആദ്യമൊന്നും വീട്ടിൽ ആർക്കും സമ്മതം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, മോനെ നീ മരുന്ന് കഴിക്കുക, മാതാവില്ലേ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ, നീ പ്രാർത്ഥിക്ക്, നിനക്ക് മാറും, നീ പ്രാർത്ഥിക്ക്. നമുക്കല്ലേ അറിയത്തുള്ളൂ. 1 വർഷമായിട്ട് ശ്വാസം നേരെ ജോലി എടുക്കാൻ പറ്റാതെ ഡ്യൂട്ടിയും ചെയ്ത് നേരെ ജോലി ഉറക്കം പോലും 1 വർഷമായിട്ട് പോയിരിക്കുക. ഒത്തിരി സങ്കടമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നിങ്ങൾ ആര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സങ്കടം കണ്ടപ്പം അമ്മ പറഞ്ഞു, സങ്കടപ്പെടേണ്ട, എന്നാൽ നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് ഈ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ ആഴ്ച ഒരു ഓഫാണ് കിട്ടുന്നത്. ആ ഓഫിൻ്റെ അന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം അമ്മ പറഞ്ഞു, എടി കോട്ടയത്ത് ഒരു പള്ളിയുണ്ട്, അത് കൃപാസനമാണെന്ന് തോന്നുന്നു, നമുക്കന്ന് പോവാമെന്ന് പറഞ്ഞു.
അപ്പം അമ്മയും ഞാനിവിടെ ഇങ്ങോട്ട് വരാനായിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ തലേന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി അറിയത്തില്ലല്ലോ. ഞാൻ നെറ്റിൽ നോക്കി ഈ കോട്ടയത്ത് ഏതാ കൃപാസനമുള്ളതെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു പള്ളിയെ അവിടെ കാണുന്നില്ല, വേറെ കുറേ പള്ളിയുടെ ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കോട്ടയത്ത് അങ്ങനെ ഒരു പള്ളിയില്ല. പിന്നെ സെർച്ച് ചെയ്തപ്പോൾ ഈ കൃപാസനം നടിക്കും മുഴുവൻ ആലപ്പുഴയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ആലപ്പുഴയിൽ ഇവരെ കോട്ടയത്ത് കൊണ്ടുപോകാമല്ലോ എന്നുള്ള, അപ്പോൾ ഞങ്ങൾക്ക് ഒരുവിധം അടുത്താണ് എന്നുള്ള ഇതിലിരിക്കുക. അപ്പം പിന്നെയും പോയി ഞാൻ പറഞ്ഞു, അമ്മ ഇത് കോട്ടയത്തല്ല, ഇത് ആലപ്പുഴയിലുള്ള പള്ളിയാണ്, നമുക്ക് ആലപ്പുഴയിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത്രയും ദൂരം നമ്മൾ എങ്ങനെ പോകും, നമുക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ, നീ പൊടിക്കുഞ്ഞിനെ കൊണ്ട് നമുക്ക് അങ്ങ് വരെ പോകുന്ന പോസിബിൾ ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എനിക്ക് ദേഷ്യമായിപ്പോൾ. ഞാൻ പറഞ്ഞു ആരും വരണ്ട, ഞാൻ തന്നെ പൊക്കോളാം, മാതാവ് കാണും തുണയായിട്ടെന്ന് പറഞ്ഞു. എൻ്റെ വാശി കണ്ടിട്ട് അമ്മ ലാസ്റ്റ് സമ്മതിച്ച്. അമ്മ പറഞ്ഞു നമുക്ക് രാവിലെ പോവാം, ഇതുപോലെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 6 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവല്ല ബസ് സ്റ്റാൻഡിലെത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ അവസാന പ്രതീക്ഷയായി, ഇത്രയും ഡോക്ടേഴ്സിനെ കാണിച്ചു, ആരും കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് തരുന്നില്ല, എത്ര കാലം ഇങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു സങ്കടം. തിരുവല്ല ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഞാൻ മനസ്സിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ പൊടിക്കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരെ വരുന്നത്, എൻ്റെ അമ്മയ്ക്ക് വഴി അറിയത്തില്ല, എനിക്കും വഴി അറിയത്തില്ല, നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം. ഈ ഒറ്റ ഒരു വാക്ക് പറഞ്ഞോളൂ. എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ചേച്ചി കൃപാസനമെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് എനിക്ക് ഒറ്റ ചെവിയല്ല ഞാനത് കേട്ടു. ഞാൻ പറഞ്ഞു അമ്മ ഒരു ചേച്ചി കൃപാസനമെന്ന് അമ്മയെ പറഞ്ഞു പോയെന്ന്. ഞാൻ പുറകെ പോയി ചേച്ചിട്ട് ഞാൻ വിളിച്ചു, ചേച്ചി നിങ്ങൾ എവിടെ പോകാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മോളെ ഞങ്ങൾ കൃപാസനത്തിൽ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പോകണോ. പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പോവല്ല, ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ആദ്യമായിട്ട് പോകണം, എനിക്ക് വഴി അറിയത്തില്ല, ഞങ്ങളിവിടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാ വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പം ഒരു 5 മിനിറ്റായി കാണും, ഒരമ്മ കയറി വന്നു. ഒരു 55 വയസ്സുണ്ട്, 55-60 വയസ്സുണ്ടാകത്തുള്ളൂ. അമ്മ വന്നിട്ട് ഡയറക്റ്റ് ഒരു പരിചയമില്ലാത്ത ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കൃപാസനത്തിൽ പോവാണോ, ഉടമ്പടി എടുക്കാൻ പോവാണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഉടമ്പടി എടുക്കാനല്ല പോകുന്നത്, പക്ഷേ കൃപാസനത്തിലാണ് പോകുന്നത്. എന്നിട്ട് അവർ വീണ്ടും റിപ്പീറ്റ് പറയുക, അതായത് ഞാൻ വരുന്ന ദിവസം എന്ന് വെച്ചാൽ ദുഃഖവെള്ളി കഴിഞ്ഞ് ശനിയാഴ്ചയാണ് വരുന്നത് 2024. അവർ പറയാ ദുഃഖവെള്ളി ദുഃഖശനിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഉടമ്പടിയും ധ്യാനം ഒന്നുമില്ല, എന്തായാലും നിങ്ങൾ വന്നതല്ലേ മടങ്ങി പോകണ്ട, മാതാവിനെ പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞ് അവരങ്ങ് പോയി. ഒരു പരിചയമില്ലാത്ത ആളാണ്. എനിക്ക് അപ്പോഴും ഓർത്തിതേമേ ഇതാരും ഇങ്ങനെ വന്ന് പറയാം, നമുക്കൊരു പരിചയമില്ല, അവർക്കും പരിചയമില്ല, എനിക്കും പരിചയമില്ല. എന്നിട്ട് ഭയങ്കര സങ്കടമായി. ഇവിടെ വന്നപ്പം ഭയങ്കര സങ്കടം. ഒന്ന് സന്തോഷമുണ്ട്, കാരണം മാതാവിനെ കാണാൻ പറ്റിയല്ലോ. പിന്നെ സങ്കടം എന്ന് വെച്ചാൽ ഉടമ്പടിയില്ല, ഞാൻ എല്ലാത്തിലും പ്രിപ്പയർഡായിട്ട് വന്നേ ഉടമ്പടി എടുക്കണമെന്നുള്ളത്. ഇവിടെ വന്ന് ആദ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവിനോട് പറഞ്ഞു എനിക്ക് നീയെങ്കിലും എന്നെ കൈവെടിയല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാതാവിൻ്റെ ഇവിടെ ഓരോ ബോർഡൊക്കെ വായിച്ച് അവിടെ ഉപ്പല്ല മണ്ണെടുക്കുന്ന ഇത് കണ്ടു. ഞാൻ ആ മണ്ണെടുക്കാൻ പോയി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉടമ്പടി എടുത്തവരോ ഉടമ്പടി പുതുക്കാൻ വന്നവരോ വേണം മണ്ണെടുക്കാമെന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടവും ദേഷ്യമായിപ്പോയി. കാരണം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു, പക്ഷേ ഇന്ന് ഉടമ്പടി ഇല്ല. അതുപോലെ തന്നെ മണ്ണെടുക്കാനുള്ള ഒരു യോഗ്യത പോലും എനിക്കില്ലേ മാതാവേ എന്ന് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു. പൊട്ടിക്കറി ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവിനറിയാം, ഞാനിവിടെ എടുത്തത് മാതാവിനറിയാം, ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നതാണ്, അതുമൊക്കെ മാതാവിനറിയാം, അപ്പം മാതാവ് എന്നോട് അങ്ങ് ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞു. ആ മണ്ണെടുത്ത് ഇവിടെ വന്ന് ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൗണ്ടറെ വിളിച്ച് പറയാ ഉടമ്പടി എടുക്കാൻ വന്നവർ കൗണ്ടർ 2-ലോട്ട് വരുവാന്ന്. അതായത് 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ല, ഉടമ്പടി ഇല്ല, ധ്യാനവും ഇല്ല. അങ്ങനെ ഇടുന്നിടത്ത് ഉടമ്പടി എടുക്കാൻ വന്നവർ കൗണ്ടർ 2-ലോട്ട് വരും. അപ്പം തന്നെ എനിക്ക് വിശ്വാസമായി, കാരണം മാതാവ് എന്നെ കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ ഉടമ്പടി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് ഇൻഹേലർ ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് അത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും അത് എടുത്തില്ല. ഒരു 2 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീലാവും. പക്ഷെ അന്ന് വന്ന ദിവസം ഞാൻ ആ ഇൻഹേലർ നമുക്ക് കിട്ടുന്ന ഉടമ്പടിയുടെ കൂടെ കിട്ടുന്ന ആ തൈലം അതിൻ്റെ കൂടെ ഒരു ബോക്സിൽ വെച്ചിങ്ങനെ ആ ഇൻഹേലറും അതിൻ്റെ കൂടെ വെച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഈ ഒരു കാര്യമാണ്, മാതാവേ ഇനി ഈ ഇൻഹേലർ എൻ്റെ കൈ തൊടിക്കാൻ നീ അനുവദിക്കല്ലേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ പത്രം കൊടുത്തു തുടങ്ങി. 3-4 ദിവസം പത്രം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പറയും, മാതാവേ ഇത് മറ്റുള്ളവരുടെ അനുഭവം പറഞ്ഞാണല്ലോ ഞാൻ ഈ പത്രം കൊടുക്കുന്നത്, എനിക്കൊരു അനുഭവം തന്നുകൂടെ, എനിക്ക് മറ്റുള്ളവരിൽ പത്രം എത്തിക്കുമ്പം എൻ്റെ കാര്യം പറഞ്ഞ് വേണം എനിക്ക് പത്രം എത്തിക്കാമെന്ന് പറഞ്ഞു. ഒരു 8-9 ദിവസമായപ്പോൾ എനിക്കറിയത്തില്ല പെട്ടെന്നുണ്ടായ മാറ്റം, എനിക്ക് ആ ഒരു സഫോക്കേഷൻ മാറി തുടങ്ങി. പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇപ്പം ഞാൻ 1.5 വർഷം ആവുന്നു, ഇതുവരെ ആ ഇൻഹേലർ എടുക്കേണ്ടേ വന്നിട്ടില്ല. ആ സഫോക്കേഷൻ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാതാവ് മാറ്റിത്തന്നു.
പിന്നെ ഈ ബുദ്ധിമുട്ട് കാരണം ഞാൻ വെളിയിലോട്ട് ജോലി നോക്കിയിട്ടില്ല. നോക്കാഞ്ഞ കാര്യം ഈ ബുദ്ധിമുട്ട് കാരണം എന്തെങ്കിലും പറ്റിപ്പോന്നുള്ള പേടിയായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും അറിയാവുന്നവരെല്ലാം എന്നോട് വന്ന് ചോദിക്കും, പിള്ളേരെ നിങ്ങളെ BSc നഴ്സിംഗ് പഠിപ്പിച്ചിട്ട് നാട്ടിലെ ഇത്രയും കിട്ടുന്ന സാലറിക്ക് നിങ്ങൾക്ക് എന്തോ ആകാനാണ്, നിങ്ങൾ വെളിയിൽ പോയാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടത്തില്ലേ എന്നൊക്കെ വന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, നോക്കുന്നുണ്ട് ആൻറ്റി, അല്ല നോക്കുന്നുണ്ട് അങ്ങളെ എന്നൊക്കെ പറഞ്ഞു വിടും. ശരിക്കും പറഞ്ഞാൽ നോക്കിയിട്ടില്ല, കാരണം ഈ ബുദ്ധിമുട്ട് കാരണം പേടിയാണ് പോകാൻ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇതുപോലെ ഈ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ കാര്യം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ സിസ്റ്ററെ വിളിച്ചു. അവൾ ബഹ്റിനിൽ അവൾ സെറ്റിൽഡാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇതുപോലെ ബഹ്റിൻ ഡിഫൻസിൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, നീ അറ്റൻഡ് ചെയ്യുക, അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാം ഒരുമിച്ച് നിൽക്കാമല്ലോ എന്നുള്ളൊരു രീതിയിൽ അവൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾ പറഞ്ഞ പ്രകാരം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടിട്ട് ഇതിൻ്റെ പഠിക്കക്കൂടെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ ആദ്യം നിന്നോടെ ഈ റിസൾട്ട് വന്ന് പറയത്തുള്ളൂ, ഇൻ്റർവ്യൂ നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെന്നിടത്ത് എവിടെ പോയാലും എൻ്റെ കൂടെ പത്രവും കാണും, ഉപ്പും കാണും, തേനും കാണും. പോകുന്നിടത്ത് ഇൻ്റർവ്യൂവിന് പോയെടുത്ത് അവിടെ എല്ലാ പിള്ളേർക്കും പത്രവും കൊടുത്തു. പിന്നെ അവരോട് പറഞ്ഞു മാതാവിൻ്റെ കാര്യങ്ങൾ, എന്നിലുണ്ടായ അത്ഭുതങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നത് ഒരു 7 ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസമല്ല പള്ളിയിൽ പോയിട്ട് നമുക്കൊന്ന് പോയേക്കാന്ന് വെച്ച് ഞാൻ പള്ളിയിൽ പോരാനായിട്ട് ഇറങ്ങിയപ്പം വരുന്ന വഴിക്ക് ഫോണിലോട്ട് മെസ്സേജ് വരുവാണ്, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞിരുന്ന മാതാവേ ഫസ്റ്റ് ഇതിൻ്റെ ഇൻ്റർവ്യൂ റിസൾട്ട് ഞാൻ നിന്നോടേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ വീട്ടിലാരെയും വിളിച്ചില്ല. ബസ്സിൽ നിന്നപ്പോഴേ ഈ മെസ്സേജ് വന്നാൽ ഡയറക്റ്റ് ഇവിടെ വന്നു, മാതാവിനോട് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പാസ്സായെന്ന് പറഞ്ഞു. ഈ പോകുന്നതിന് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ പോകുന്നതിന് ഒരു 4-5 ലക്ഷം രൂപ നമുക്ക് മുടക്കുണ്ട്. അപ്പം നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇത്രയും പൈസ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കഷ്ടകാലത്തിന് ഒരിടയ്ക്ക് ഒരു മുടക്ക് വന്നു, കിട്ടത്തില്ല എന്നൊരു ഇത് വന്നു. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ട് അവിടുത്തെ ഒരു പേപ്പർ നമ്മുടെ ബഹ്റിൻ ഡിഫൻസ് എത്തിയാലേ ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഈ പേപ്പർ കിട്ടും, അത് കഴിയുമ്പോൾ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ആകുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പേപ്പർ കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇതെൻ്റെ ഇങ്ങനെ മുടക്ക് വരുന്ന മാതാവ് തന്ന ജോലിയല്ലേ എന്നൊക്കെ ഓർത്തു. അപ്പോൾ തലേദിവസം ഞാൻ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഡേറ്റ് എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. അതായത് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം, ഇന്ന് വൈകിട്ട് എഴുതി പ്രാർത്ഥിച്ചു വെച്ചു, മാതാവേ നാളെ വൈകുന്നേരം, ഒരാഴ്ച കഴിഞ്ഞു, നാളെ വൈകുന്നേരം 5 മണിക്കിപ്പുറം എൻ്റെ ഈ പേപ്പർ ബഹ്റിനിലെത്തിയെന്ന്, ഡിഫൻസിലെത്തിയെന്ന് ഒരു മെയിൽ എനിക്ക് തരണമേന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതറിയുന്നത്. നൈറ്റ് കഴിഞ്ഞപ്പോൾ ലോണ് ശരിയാകത്തില്ല എന്നുള്ള കാര്യം അറിഞ്ഞത്. തകർന്നു പോയി. സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മൾ ഒത്തിരി പ്രതീക്ഷയില്ല, മാതാവ് തന്ന ജോലിയല്ലേ, വലിയ ആഗ്രഹത്തിലിരുന്നതാണ് ജീവിതം എന്തെങ്കിലുമൊക്കെ ആകുമെന്നുള്ള രീതിയിൽ. വീട്ടിൽ വരുന്ന നൈറ്റും കഴിഞ്ഞ് വന്ന് കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, അമ്മ ഇതുപോലെ ലോണ് ശരിയാകത്തില്ല, അതുപോലെ എൻ്റെ ആ പേപ്പർ എത്താതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സങ്കടപ്പെട്ട് എവിടെ നൈറ്റ് കഴിഞ്ഞ് വന്നാലും വരുമ്പോൾ 9 മണിയൊക്കെ ആവുമായിരിക്കും വീട്ടിൽ. എന്നാ പറഞ്ഞാലും രാവിലത്തെ 5:30 ചെല്ലേണ്ട പ്രാർത്ഥന ഞാൻ 10 മണിക്ക് എനിക്ക് ചൊല്ലുന്നത്. പ്രെയർ ചെയ്തിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. കിടന്ന് ഒരു 2-2:30 ആയപ്പോഴത്തേക്ക് വീട്ടുകാരാകെ സങ്കടത്തിലായി. 2-2:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് എന്നോട് പറയാം, ഭയങ്കര ഹാപ്പിയായിട്ട് വിളിച്ചു പറയും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നത്, ഞാൻ ആകെ തകർന്ന് നിൽക്കുമല്ലേ, എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയില്ലേ. അപ്പം പറഞ്ഞു, നിനക്ക് സന്തോഷിക്കാൻ 2 ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ ചേട്ടായി. അപ്പം പുള്ളി പറഞ്ഞു, നിൻ്റെ ആ ഒരു പേപ്പർ ബഹ്റിൻ ഡിഫൻസിൽ പേപ്പർ ഇന്ന് 2:30 ആയപ്പോൾ അവിടെ എത്തിയെന്ന് ചേട്ടായിക്ക് മെയിൽ വന്നെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ എനിക്ക് ആ പേപ്പർ അവിടെ ചെല്ലണമെന്നാണ് ഞാൻ പ്രത്യേകം. മാതാ വന്ന് 2:30 എൻ്റെ പേപ്പർ എത്തിച്ചു. അതുപോലെ തന്നെ എൻ്റെ 4 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന PF 86,000 രൂപ, ഞാൻ പൈസയ്ക്ക് വേണ്ടി കരഞ്ഞ ദിവസം ഇവിടെ പോകാനായിട്ട് 86,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ് ഇത് മെസ്സേജ് വന്നിരിക്കുന്നു. എനിക്ക് പിന്നെ അത് കണ്ടപ്പോൾ ഞാനിപ്പോൾ ഈ പേപ്പർ എടുത്ത് ചേട്ടാ ഇത് കണ്ടോ, ഞാൻ തലേന്ന് എഴുതി വെച്ച ഒരു കാര്യം, പൈസയ്ക്ക് വേണ്ടി ഞാൻ കരഞ്ഞ ദിവസം മാതാവ് ആ കൃത്യം ഡേറ്റിൽ എനിക്ക് 86,000 രൂപ എത്തിയെങ്കിൽ, ഞാൻ 2.5 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ഉദ്ദേശിച്ചത്, 86,000 എത്തിക്കുമെങ്കിൽ ബാക്കി മാതാവ് കരുതിക്കോളുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമായി. പിന്നെ ഒന്നും നോക്കിയില്ല, ബാക്കി പ്രോസസ്സും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കി. 2 ദിവസം കഴിഞ്ഞപ്പം ഈ ലോൺ തരില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ തിരിച്ച് വിളിച്ച് ലോൺ ഓക്കെ ആക്കിയും തന്നു. എനിക്ക് വേണ്ടതിലേറെ എടുക്കാമായിരുന്നു, പക്ഷേ നമ്മൾ 86,000 രൂപ കിട്ടിയോണ്ട് അത് കുറച്ചെടുത്തത്. അങ്ങനെ ബാക്കി 3.5 മാസം കൊണ്ട് ഒരു തടസ്സവും കൂടെ സ്മൂത്തായിട്ട് പോയി എല്ലാ കാര്യങ്ങളും. 3.5 മാസം കൊണ്ട് എനിക്ക് ബഹ്റിൻ ഡിഫൻസിൽ ജോലിക്ക് കയറാനായിട്ട് കഴിഞ്ഞു. ഞാനിവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നത് സാലറിയിൽ 3-4 ഇരട്ടി ഇപ്പം ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ
മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇന്ന് നാട്ടിൽ ഞാനിപ്പോൾ ലീവിന് വന്നതാണ്. എനിക്ക് 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ NHR എക്സാം, അവിടുത്തെ ലൈസൻസ് എക്സാമാണ്, അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു തടസ്സവും കൂടാതെ എനിക്ക് ആ ഒരു എക്സാം ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ പാസ്സാകാനായിട്ട് മാതാവ് സഹായിച്ചു. പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വയറിലൊരു തടുപ്പ് വന്നു. അപ്പോൾ ഞാനിത് ഇതുപോലെ ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർക്ക് ആകെ ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ അവർ നിന്നത്. ഒരു ചിരിച്ചോണ്ട് ടെസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ മുഖമൊക്കെ അങ്ങ് മാറി. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു, എന്തോ ഇതിങ്ങനെ തടിപ്പാവുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ നേഴ്സുമാരോ ഒന്നാതെ. അപ്പം പിന്നെ അവർ പറഞ്ഞു, നീ ഇത് അൾട്രാസൗണ്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് അർജൻറ്റായിട്ട് ഒരു CT ചെയ്യണം, ബയോപ്സി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയി. നമ്മൾ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ, നമ്മുടെ ജീവിതം ഒന്നും ആയില്ല. അങ്ങോട്ട് ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടപ്പം ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. പിന്നെ നമ്മൾ ഡിഫൻസിൽ വർക്ക് ചെയ്യുമ്പം ഇവർ ഔട്ട്സൈഡ് ഹോസ്പിറ്റലിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ റിപ്പോർട്ടൊന്നും എടുക്കത്തില്ല. അപ്പം ഗവൺമെൻറ് ആയതുകൊണ്ട് നമ്മളൊരു കൺസൾട്ടേഷന് തന്നെ 1-2 ആഴ്ച വെയിറ്റ് ചെയ്യണം. പിന്നെ അവിടെ ചെന്നു ഫസ്റ്റ് ആദ്യം തൊട്ട് തുടങ്ങി കൺസൾട്ടേഷൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു USG ചെയ്തു, അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഒരു CTയുടെ, അതായത് നമ്മുടെ ഫൈനൽ റിപ്പോർട്ടിന് അറിയണമെങ്കിൽ എന്തോന്ന് അറിയണമെങ്കിൽ CT ചെയ്യണം, ബയോപ്സി ചെയ്യണം. ഈ CTക്ക് എനിക്ക് കിട്ടിയത് ഒരു മാസം കഴിഞ്ഞ ഒരു ഡേറ്റ് കിട്ടുന്നത്. ഞാൻ ആകെ സങ്കടപ്പെട്ടു. ഇതേ സെയിം ടൈം എൻ്റെ നാട്ടിൽ എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അവളെ ആൻറ്റിബയോട്ടിക് IV വേണമെന്ന് പറഞ്ഞാൽ അവൾക്ക് പനിയും കഫക്കെട്ടും കൂടി അവളെ അഡ്മിറ്റാക്കി. ഞാൻ ആകെ അപ്പോൾ എൻ്റെ ചേട്ടായി ഇപ്പം ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി നാട്ടിൽ പോയി. അപ്പം ചേട്ടായിട്ട് പറഞ്ഞു, ചേട്ടായി പോയി ഉടമ്പടി എടുക്കുക, എന്നിട്ട് ഈ വിഷയം വെച്ചിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ചേട്ടായി നാട്ടിൽ വന്നു. ചേട്ടായി ഉടമ്പടി എടുത്ത് നേരെ വരുന്ന കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിലോട്ട്. കുഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ കിടക്കുന്നു ന്യൂമോണിയ ആയിട്ട്. അമ്മ 5 ദിവസം അഡ്മിറ്റ്. ഒരാളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി, അടുത്ത ആളെ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. വീണ്ടും അമ്മ 5-6 ദിവസം അഡ്മിറ്റ്. അമ്മ ഡിസ്ചാർജായി 6 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും കുഞ്ഞ് അഗെയിൻ അഡ്മിറ്റ്. അപ്പോൾ ഓട്ടൈറ്റിസ് മീഡിയ ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തകർന്നു പോയി. കാരണം എനിക്ക് എൻ്റെ ഒരു വിഷയം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല, ഇങ്ങനെ വയറിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം. അവരാകെ കുഞ്ഞിൻ്റെ ആ ഒരു ഇതും വീട്ടിലെ സാഹചര്യത്തിൽ അവരാകെ വിഷമിച്ചിരിക്കുമോ. എനിക്കാകെ പറയാനും കൂട്ടുമുള്ള അവിടെ അങ്ങ് മാതാവുണ്ട്. ഞാൻ കിടപ്പും കഴിവുമല്ല, മാതാവിനെ എവിടെ പ്രാർത്ഥിക്കുന്നോ അവിടെ തന്നെ. കാരണം എനിക്ക് റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് സംസാരിക്കാനും എനിക്ക് പറയാനും എനിക്ക് മാതാവ് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് വീട്ടിൽ ഈ കാര്യം പറയാൻ പറ്റില്ല. അവരാകെ സങ്കടത്തിരിക്കുക, ഹോസ്പിറ്റലിൽ ആ ഒരു ഇഷ്യൂസായിട്ട് ഇരിക്കും. പക്ഷേ ഈ വിഷയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എന്നും തൈലമൊക്കെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പ് കഴിക്കുമായിരുന്നു, തേൻ കഴിക്കുമായിരുന്നു. അങ്ങനെ ഇവൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പറയായിരുന്നു, IV ലൈനൊക്കെ കിടക്കുമ്പോഴത്തേക്ക് മാതാവിൻ്റെ തൈലം തൂക്കമ്മേ മോന് വേദന തൈലം തൂക്കം ഈ IV ക്യാനിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഒരു വിശ്വാസം മാതാവെന്ന് പറയുന്നത്. ഇവിടെ ഫ്രണ്ട് പോലെ ഇവളെവിടെ കണ്ടാലും മാതാവിനെ കണ്ട ഫ്ലൈയിങ് കിസ് കൊടുക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു വിശ്വാസം. അപ്പം ഇത് വന്നിട്ട് നമ്മൾ ചേട്ടൻ ഇതെല്ലാം കേസ് കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് എന്നെ CT കൊണ്ടുപോയി ബയോപ്സി വിട്ട് മാതാവിനോട് ആദ്യം ബയോപ്സിയുടെ സാധനം 8-9 ദിവസത്തിനുള്ളിൽ നമ്മുടെ റിപ്പോർട്ട് കിട്ടുന്നത്. പക്ഷേ എൻ്റെ റിസൾട്ട് വീണ്ടും ലേറ്റ് ചെയ്തോ വേറെ എടുത്തോട്ടൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ ആകെ വീട്ടിൽ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വീട്ടുകാർക്കും ഭയങ്കര സങ്കടം. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ റിസൾട്ട് നോർമലാക്കി തന്നു. ഒരു കുഴപ്പമില്ല, അതൊരു ചെറിയൊരു ഇതാണ്, പേടിക്കേണ്ട ക്യാൻസർ. ഞാൻ പ്രാർത്ഥിച്ച മാതാവേ ഒരു ഓങ്കോളജിയോ ഒരു കീമോയോ അങ്ങനെ എടുക്കേണ്ട ഒരു അവസ്ഥ മാതാവേ നീ വരുത്തല്ലേന്ന്. കാരണം നമ്മൾ കാണുന്നതാണ് ഓങ്കോ പേഷ്യൻ്റെയൊക്കെ ഇഷ്ടംപോലെ പേഷ്യനെ കാണുന്നത്. കാരണം അവർ നരയിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഒന്നും ആയില്ല ജീവിതം. അപ്പം അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഒരു ഇത് സോൾവായി കിട്ടി. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ ഇത്രയും ദൂരമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മാസത്തിലൊരിക്കലൊക്കെ വരവ് നടക്കത്തുള്ള വിചാരിച്ച് ഞാൻ ആഴ്ചയിൽ വരുമായിരുന്നു. ആഴ്ചയിൽ വരും, പത്രം വായിച്ചുകൊണ്ട് പോകും. എല്ലാ ആഴ്ചയിലും വരും. ഒരു ഓഫ് കിട്ടി ആ ഓഫിന് ഇവിടെ ഞാൻ കാണും. അങ്ങനെ പത്രം പോകുന്ന വഴിക്ക് മുഴുവൻ കൊടുക്കും. ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ഹോസ്പിറ്റലും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലും. പിന്നെ വഴി കാണുന്ന അമ്മമാർക്കൊക്കെ സങ്കടം നോയിട്ടുണ്ട്. അവർക്ക് ഫുഡിന് വേണ്ടി അവിടെ കൈ നീട്ടും. ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ ഒരു വൃദ്ധസാധനമുണ്ട്, അവിടെ 10-42 അപ്പൂപ്പനും അമ്മമാരുണ്ട്. അവരെ പോയി കാണും. ഇടയ്ക്കൊക്കെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ബെഹറിനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് ചേട്ടായി പത്രമൊക്കെ കൊണ്ട് തന്നായിരുന്നു. അവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ഏരിയ അല്ലല്ലോ. അവിടെ മാളുകൾ, ലുലു മാളും അവിടുത്തെ മാളുകളിൽ വെളിയിൽ ഞാൻ വെയിറ്റ് ചെയ്യും. അതായത് ഇവർ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കളഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ പർച്ചേസിങ് കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഷെയർ ചെയ്യായിരുന്നു ഇവിടുത്തെ കൃപാസനത്തിലെ ധ്യാനവും പിന്നെ അതുപോലെ സാക്ഷ്യങ്ങൾ ഒത്തിരി ഷെയർ ചെയ്യുമായിരുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലായിട്ടൊക്കെ. ഇത്രയൊക്കെ അനുഗ്രഹിച്ചതിന് മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി.
ഏഷ്യ പ്രവാചകൻ. എൻ്റെ പേര് റോസ്മി ജോർജ്. ഞാൻ ആലങ്ങാട് സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 25 ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓസ്ട്രേലിയയിൽ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ എക്സാം ആയിരുന്നു. അതൊരു പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. അപ്പം നമ്മളവിടെ ചെല്ലുന്നു, എക്സാം എഴുതുന്നു. എക്സാം അത്യാവശ്യം നല്ല പാടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ തവണ ആലോചിക്കുമ്പോഴും ഓർക്കുമ്പോഴും അത് ഓരോ തവണ നമ്മൾ ചെയ്ത ഓരോ സ്റ്റേഷനിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ മാത്രമാണ് അത് ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അതിനു മുമ്പ് വരെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എക്സാം കഴിഞ്ഞപ്പം ആദ്യം എല്ലാവരോടും പറഞ്ഞു ഭയങ്കര പാടായിരുന്നു, ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പോവാണ്. അതുവരെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷേ മാതാവിനോട് എനിക്ക് നല്ല വിശ്വാസം, നല്ല പ്രാർത്ഥന. കാരണം എൻ്റെ ഇടവകയിൽ മാതാവിൻ്റെ പള്ളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാതാവിനോട് എനിക്ക് നല്ല വിശ്വാസം. പക്ഷേ കൃപാസനം എന്തുകൊണ്ട് കൃപാസനത്തിൽ വന്നെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ 2023 ഏപ്രിൽ 22 എക്സാം കഴിഞ്ഞ് 24 നാട്ടിൽ വന്നു. 25 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ, ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര നാണക്കേടൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി സാധാരണ പോലെ അങ്ങനെ പോവുക. പത്രമൊക്കെ എങ്ങനെയൊക്കെയോ കൊടുത്തു തീർത്തു. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിനെക്കുറിച്ചുള്ള ആദ്യം ഇനി എന്താകും എന്നുള്ളത് ഇങ്ങനെ കൂടിക്കൂടി വരിക. കാരണം നമ്മൾ നല്ലപോലെ ഇനി ആ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് ഒരു ഡേറ്റ് കിട്ടിയത്. ഈ എക്സാമിന് തന്നെ ഏകദേശം ഒരു 4 ലക്ഷം രൂപ ചിലവാകുകയും ചെയ്യും എക്സാം ഇനി എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ആദ്യം കൂടി വരുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്നു. ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. കുറച്ച് പത്രം വാങ്ങി തിരിച്ചു പോയി. അത് വലിയ നാണക്കേടൊന്നുമില്ലാതെ എല്ലാം കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞ് തിരിച്ച് ചെന്നിട്ട് എനിക്ക് ഒരു നേർച്ചയുണ്ടായി. അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിശേഷവിധിയായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോഴാണ് എനിക്കൊരു നേരത്തെ എപ്പോഴും ഉണ്ടായിരുന്നത്, മുടി വടിക്കാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നേർന്നിട്ടുണ്ടായിരുന്നു. ആരോടും ചോദിച്ചില്ല, പറഞ്ഞില്ല. അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി മുടി വടിച്ചു, മൊട്ടത്തലയായി. പലതും പറഞ്ഞു, ആ കൊച്ചിന് എന്ത് പറ്റി, കൃപാസനത്തിൽ പോയ ആൾക്കാർക്ക് വട്ടാവോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്തതേ ഇല്ല. ഞാൻ എന്തോ അതൊരു നേർച്ച പോലെ ചെയ്തതാന്ന് പറഞ്ഞു. പലരും പറഞ്ഞു അതിനെന്തോ അസുഖമുണ്ട്, അതിനെന്ത് പറ്റിയെന്ന്. എന്നെ ബാക്കിലാണെന്ന് എല്ലാവരും പറയുന്നത്. നേരിട്ട് ചോദിക്കാൻ, കാരണം യങ്ങാണ്, എന്താണ് പറ്റിയേ, പിന്നെ എന്തെങ്കിലും അസുഖമാണോ അല്ലെങ്കിൽ ക്യാൻസർ ആണോ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഒരു 5 ആഴ്ച ആവാറായി. എക്സാമൊക്കെ കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് 5 ആഴ്ചയായി. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി, കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി, രോഗികളെ കാണാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ആൾക്കാരെന്ത് വിചാരിക്കും. ഒരു തവണ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരെന്നോട് ഫൈറ്റ് ചെയ്യുക, നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ ആ പേഷ്യൻസ് അകത്തല്ലേ, പുറത്തേക്ക് പോകുന്നവർക്ക് എന്താ കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ദൈവമേ ഇത്രയും ആൾക്കാർ ഇത്രയും നീഡി ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 ആഴ്ച ഒരു 4.5 ആഴ്ചത്തേനും ഞാൻ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ പിന്നെയും വന്നു. 10 കെട്ട് പത്രം വാങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ, ബസ് സ്റ്റോപ്പിൽ, ബസ്സിൽ, ഹോസ്പിറ്റലിൽ അങ്ങനെ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ കൊണ്ടുകിടന്ന് പത്രം കൊടുത്തു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത്, ആദ്യം ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന്, രണ്ടാമത് ചോദിക്കുന്നത് പോകുകയെന്ന് പറഞ്ഞല്ലോ, എന്നാ പോയി എന്ന് പറഞ്ഞു കേട്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താ പോവാത്തേ, എന്താ കിട്ടിയില്ലേ എന്നൊക്കെയാണ്. എക്സാമിൻ്റെ റിസൾട്ട് എല്ലാവരും പറയും എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. 8 ആഴ്ച കൊണ്ട് വരുന്ന റിസൾട്ട് 5-ാമത്തെ ആഴ്ച അതിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നിട്ട് എനിക്ക് തുറന്നു നോക്കാൻ പേടിയാണ്. തുറന്നു നോക്കി കഴിയുമ്പം എനിക്കറിയത്തില്ല എന്നാ പറയണ്ടതെന്ന്. 10-ൽ 9 ഞാൻ പാസ്സായി. 7 കിട്ടിയാൽ മതിയായിരുന്നു.
എനിക്ക് അവിടെ എന്ന് പറഞ്ഞെങ്കിൽ യാതൊരു റൈറ്റും ഇല്ലാത്ത ആളെ കിട്ടാനായിട്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എക്സാം എഴുതാൻ വന്നേക്കണവർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓസ്ട്രേലിയയിൽ പഠിച്ചവർ, ഓസ്ട്രേലിയയിൽ ഈ എക്സാമിന് വേണ്ടി ട്രെയിനിങ് എടുത്തവർ. അതുമാത്രമല്ല 10, 15, 20 വർഷം ഒക്കെ സ്പെഷ്യാലിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എക്സാം എഴുതാൻ വന്നേക്കുന്നത്. അവിടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു. അവരെയൊക്കെ മുമ്പിൽ വെച്ച് ദൈവം എന്നെ അങ്ങ് ഉയർത്തിപ്പിടിച്ചു. ഞാൻ വാവിട്ട് കരയുമായിരുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഒച്ചയായിട്ട് മമ്മി പേടിച്ച് ഓടി വന്നിട്ട് എന്ത് പറ്റിയെന്തോ, ഞാൻ റിസൾട്ട് അറിഞ്ഞ് മമ്മി എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. മമ്മി ഞാൻ ജയിച്ചെന്ന് പറയുക. മമ്മി കരയില്ലെന്ന്. ഹസ്ബൻഡിനെ വിളിച്ച് കഴിയുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ വേണ്ട, നീ കരയില്ലേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാസ്സായെന്ന് പറഞ്ഞ് ഞാൻ വാവിട്ട് കരയുക. കാരണം അത്രയും ഓൾറെഡി ഒരു ജോലി റിസൈൻ ചെയ്തിരിക്കണു, ഇതിനു വേണ്ടി തന്നെ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പുകൾ തുടങ്ങി, പ്രോസസ്സിങ്ങുകൾ. ഓരോ സ്റ്റെപ്പ് പോകുന്നതും തടസ്സങ്ങളുടെ പെരുമഴയാണ്. പക്ഷേ അവിടെയൊക്കെ തളർന്നിങ്ങനെ പോകാതെ മാതാവിങ്ങനെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു ഓരോ തടസ്സങ്ങൾ. നമ്മൾ പ്രോപ്പർ ചാനലിൽ കൂടെ എടുത്ത ഡോക്യുമെൻ്റ് വരെ അവർ ഇല്ല, അതിൻ്റെ വെരിഫിക്കേഷൻ വന്നപ്പോൾ അവർ ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല, അത് ആരാ ചെയ്തതെന്ന് അറിയത്തില്ല എന്ന് വരെ റിജക്ഷൻ പറഞ്ഞു. പക്ഷേ അത് കറക്റ്റായിട്ട് ശരിയാക്കി തരാനായിട്ട് നമുക്ക് വേണ്ടി തമ്പുരാനായിട്ട് ദൈവമായിട്ട് മാതാവായിട്ട് ഒരാൾ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ പോയി സംസാരിച്ച് അത് ഇന്ന ചാനലിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത സമയത്ത് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ഇല്ലായിരുന്നു, വേറെ ആക്ടിങ് നഴ്സിംഗ് സൂപ്രണ്ടൻ്റാണ് അത് സൈൻ ചെയ്തത്. പക്ഷേ അത് അവർക്ക് അറിയത്തില്ലായിരുന്നു, അവർക്ക് ആ സിഗ്നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പാസ് എല്ലാം കഴിഞ്ഞു. ജോലി രജിസ്ട്രേഷൻ കംപ്ലീറ്റായി, ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജോലി കിട്ടി, പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. ഞാൻ ഡിസംബർ 4-ാം തീയതി പോകണം, അവിടെ ജോയിൻ ചെയ്യണം. 3-ാം തീയതി അവിടെ എത്താൻ പാകത്തിന് 2-ാം തീയതി ഇവിടെ നിന്ന് പോകണം. അതിനൊരാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് പറയുക, ഓൺ ബോർഡിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് എല്ലാം ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും ഒത്തിരി താമസം എടുക്കും. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. നമ്മളതെല്ലാം ഇവിടെ നിന്ന് ചെയ്യുക. ചെയ്ത് ഒരു TB ഗോൾഡ് ക്വാണ്ടിഫെറോൺ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് TBയുടെ സ്ക്രീനിങ് ടെസ്റ്റാണ്. ആ ടെസ്റ്റ് മാത്രം പോസിറ്റീവായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ അത് എല്ലാ രാജ്യത്തും ചെയ്യുന്നതാണ്. ചില സ്ഥലത്ത് എക്സ്റേ ആണ്, ചില സ്ഥലത്ത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്വാണ്ടിഫെറോൺ ടെസ്റ്റ് ചെയ്തു. അപ്പം അത് പോസിറ്റീവ് വന്നു. ഒരു കാരണവശാലും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് പതറി, ഇനി എന്തെന്ന് അറിയത്തില്ലാതെ. അപ്പം എൻ്റെ ജീവിതപങ്കാളി എന്നോട് പറഞ്ഞു, ടെൻഷനാവല്ലേ, ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരാഴ്ച മുമ്പ് ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തതുണ്ട്, ഡോക്ടറിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് TB ഇല്ല എന്നുള്ളതിൻ്റെ. 1 വർഷം മുമ്പ് നമ്മൾ ഈ സെയിം ടെസ്റ്റ് ചെയ്തതാണ്, വിസിറ്റിംഗ് വിസ എടുത്തപ്പം. അതിൻ്റെ നെഗറ്റീവിൻ്റെ റിപ്പോർട്ട് ആദ്യം അത് ട്രിവാൻഡ്രം മിസ്സിലാണ് ആദ്യം അവരോട് റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അവർ തരില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവരത് ഇഷ്യൂ ചെയ്തു തന്നു. എന്നിട്ട് ഞാൻ ഈ ടെസ്റ്റ് റിപ്പീറ്റ് കൊടുത്തു. റിപ്പീറ്റ് ടെസ്റ്റ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഉടമ്പടി തൈലവും ഉടമ്പടി നേർച്ച വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് കാശുരൂപവും കൈ പിടിച്ച് മുറുക്കെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റിന് കൊടുത്തു. അവിടെ നിന്ന് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുക്കാൻ നിന്നു. ദൈവകൃപയാൽ അച്ഛനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എല്ലാ രോഗാണുക്കളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ശ്വാസകോശം ക്ലിയർ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടുന്ന് കുറേ നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി തിരിച്ചുപോയി. ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുന്നത് ഡിസംബർ 2-ാം തീയതി 2023 ഡിസംബർ 2-ാം തീയതി ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുക. 1 മണിക്കൂർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ 1 മണിക്കൂർ മുമ്പ് ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്ന് നെഗറ്റീവാന്ന് പറഞ്ഞുകൊണ്ട്. ഇൻ കേസ് അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരിക്കലും അത് പോക്കേ നടക്കത്തില്ലായിരുന്നു. പോയാൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു. കാരണം 3 മന്ത്സ് വാലിഡിറ്റി ഉള്ള 3 മന്ത്സിനുള്ള ഉള്ളിലുള്ള റിപ്പോർട്ട് വേണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അത് പാസ്സായി. അത് ദൈവകൃപയാൽ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ ചെന്നാലും ചിലപ്പോൾ തിരിച്ചു പോരേണ്ടി വരും എന്നുള്ളൊരവസ്ഥയാണെന്ന് ആണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ആദ്യമൊക്കെ ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഇവർ പറയുന്ന ലാംഗ്വേജ് ഒന്നും മനസ്സിലാവുന്നില്ല, ജോലി ഭയങ്കര കട്ടിയാണ്. പക്ഷേ നമ്മൾ ചെന്ന് പെട്ട സ്ഥലം എന്ന് പറയുന്നത് ദൈവകൃപയാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ
കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. ശരിക്കും മാതാവ് നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരാളെ അവിടെ ആക്കി വെച്ചേക്കുമായിരുന്നു. ഈവൻ ഞാൻ ചെന്നിട്ട് ആകെ മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും എൻ്റെ സെക്കൻഡ് ഇൻചാർജ്, നിനക്ക് ഈ ഡ്യൂട്ടി മതിയോ, നിനക്ക് ഈ ഡ്യൂട്ടി ഓക്കെ ആണോ? കാരണം ഞാൻ ആകെ ഒറ്റ കാര്യം അവിടെ റിക്വസ്റ്റ് ചെയ്തുള്ളൂ, എനിക്ക് രാവിലെ പള്ളിയിൽ പോകണം, അതുകൊണ്ട് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി തരാമോ? അത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഏത് ഡ്യൂട്ടിയും ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു. അവരെ ഡ്യൂട്ടി ഇടുമ്പോൾ എന്നോട് മെസ്സേജ് അയക്കും, നീ ഇത് നോക്കിക്കേ, ഈ ഡ്യൂട്ടി നിനക്ക് ഓക്കെയാണ്, ഈ ദിവസങ്ങളിൽ നിനക്ക് ഡ്യൂട്ടിക്ക് വരാൻ പറ്റുമോ, നിനക്ക് പള്ളി പോകാതിരിക്കാതിരിക്കാൻ നീ ഒരിക്കലും പള്ളി മുടങ്ങരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഇൻചാർജ് അങ്ങനെ ചെയ്യുമായിരുന്നു. അത്രയും ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എനിക്ക് വേണ്ടി തന്നെ എല്ലാം റെഡിയാക്കി തരുന്ന പോലെ മാതാവ് എനിക്ക് വേണ്ടി തന്നെ എല്ലാം റെഡിയാക്കി തരുമായിരുന്നു. അടുത്തൊരു കടമ്പ ഉണ്ടായിരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റായിരുന്നു. അവിടെ ഡ്രൈവിംഗ് ഇല്ലാതെ വലിയ പാടാണ്. ഓസ്ട്രേലിയൻ ലൈസൻസ് മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ടായാലും ഒരു പുതിയ വണ്ടിയാണ്, നമുക്ക് സഹായിക്കാനില്ല, ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒന്നും ആരുമില്ല കൂടെ, വേറെ ബന്ധുക്കളോ ആരുമില്ല നമ്മളെ സഹായിക്കാനായിട്ട്. അവിടെ വർക്ക് ചെയ്യുന്നൊരു ഒരു കൊച്ചിൻ്റെ ഹസ്ബൻഡും ആ കൊച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, ചേച്ചി ഞാൻ വരാം, 2 ദിവസം ഞാൻ ചേച്ചീനെ കൊണ്ട് ഓടിപ്പിക്കാം എന്ന് വേണ്ട. അവർ തന്നെ എന്നെ കൊണ്ട് നടന്ന് ഹോസ്പിറ്റലും, അത്യാവശ്യം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഒരു 5 മിനിറ്റേ ഉള്ളാകെ, ആ 5 മിനിറ്റ് ഡ്രൈവ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ട് നടന്ന് ആ ലോക്കൽ റോഡിൽ കൂടെയൊക്കെ ഓടിപ്പിച്ച്. ശരിക്കും ഞാൻ മനസ്സിലാഗ്രഹിക്കുമ്പോൾ മാതാവ് എനിക്ക് വേണ്ടി ഒരാളെ കൊണ്ടുവന്ന് തന്നെ പോലെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു, ജോലിയൊക്കെ ഒരുമാതിരി സെറ്റിലാവുന്നു, നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അടുത്ത കടമ്പാന്ന് പറഞ്ഞാൽ PR ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് നോമിനേഷൻ തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് PR കിട്ടും, അല്ലെങ്കിൽ PR കിട്ടാൻ നല്ല താമസം നമ്മൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ. എന്നിട്ട് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നത് 1 വർഷം കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ. എനിക്കറിയാമല്ലോ അതെങ്ങനെ. ജൂൺ ജൂലൈ ആയപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒരു ഏപ്രിൽ നാട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പിള്ളേരെയും ഞാനും എല്ലാവരും കൂടി നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഏപ്രിലിൽ നാട്ടിൽ വരുന്നില്ല, നിങ്ങൾ പറ്റുമെങ്കിൽ എനിക്ക് ഒക്ടോബർ ഒരു ടിക്കറ്റ് എടുത്തുക, ഞാൻ അഖണ്ഡജപമാല റാലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ തന്നെ ടിക്കറ്റ് നോക്കിയിട്ടുണ്ട് $700 ആവും, അപ്പം കുഴപ്പമില്ല ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി അത് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ലീവിന് അപ്ലൈ ചെയ്തപ്പോൾ പുള്ളി അവിടുത്തെ ഇൻചാർജ് പറഞ്ഞു, അതിനെന്താ നീ എടുത്തോന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ആകെ വരുന്നത് 10 ദിവസത്തേക്കാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എൻ്റെ 10 ദിവസത്തേക്ക് എടുക്കാൻ നിനക്കെന്താ 1 മാസം എടുത്തൂടെ, 1 വർഷം ആവുമല്ലേ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 10 ദിവസത്തേക്ക് മതി, ഞാനൊരു പ്രയറിന് വേണ്ടി പോകാൻ താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഖണ്ഡജപമാല റാലിക്ക് വരാനായിട്ട് ഒരു 3 ദിവസം മുമ്പ് റാലിയുടെ 3 ദിവസം മുമ്പാണ് ഇങ്ങോട്ട് വന്നത്. അതിനൊരു 2 ദിവസം മുമ്പ് PR-ൻ്റെ നോമിനേഷൻ പേപ്പർ അവരവിടെ നിന്ന് തരുക. ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് 1 വർഷത്തിന് മുമ്പ് PR-ൻ്റെ നോമിനേഷൻ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടുണ്ടായിരിക്കുന്ന സംഭവം. ഡിസംബറിലാവുമ്പോൾ എനിക്ക് ഇതാവത്തുള്ളൂ, 1 വർഷം ആവത്തേ ഉള്ളായിരുന്നു. അപ്പം ഒരു നോമിനേഷൻ പേപ്പർ വന്നു. നോമിനേഷൻ പേപ്പർ വന്നാൽ അടുത്തത് മെഡിക്കൽ ചെയ്യാന്നുള്ളതാണ്. മെഡിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അധികം കാര്യം എന്നുണ്ടെങ്കിൽ ഒരു തവണ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നതാണ്. ഇനി അത് ഈ പോസിറ്റീവ് PR-ൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിജക്ഷനാണ്. എനിവേ നമ്മൾ ഇവിടെ വന്നു. ഞാൻ അതും മാതാവിൻ്റെ ഒരു കൃപയാന്ന് നോക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ നാട്ടില്ല, ഹസ്ബൻഡ് കുവൈറ്റിൽ നിന്ന് വന്നു, കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ചെയ്യണമെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ വന്ന് അഖണ്ഡജപമാല റാലി ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാത്രി ഞങ്ങൾ ട്രിവാൻഡ്രം കിംസിലേക്ക് പോവാം മെഡിക്കൽ ചെയ്യാനായിട്ട്. അതിനു മുമ്പ് നേരത്തെ കിട്ടിയിരുന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ രണ്ടാമതും പിന്നെയും വരേണ്ടി വന്നാനേ, അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിലും പിന്നെയും വരേണ്ടി വന്നാനേ. കാരണം കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ചെയ്യാനായിട്ട് മെയിൻ ആപ്ലിക്കൻ്റ് കൂടെ വേണം. അങ്ങനെ മെഡിക്കൽ ചെയ്തു. ഞാൻ തിരിച്ചു പോയി 2 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ PR ഗ്രാൻഡായി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു മിറാക്കിൾ തന്നെയാണ്. മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് തന്നെ അത് സംഭവിച്ചു. ഒരു കാരണവശാലും അല്ലാതെ അങ്ങനെ കിട്ടത്തില്ല. എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ആൾക്ക് വരെ പിന്നെയും ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു, ഇത് ചോദിച്ച് 1.5 മാസം കഴിഞ്ഞിട്ട് അവർക്ക് PR കിട്ടി. അങ്ങനെ അതും ശരിയായി. പിന്നെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ഷെയർഡ് അക്കോമഡേഷനിലായിരുന്നു, ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളതായിരുന്നു. അപ്പോൾ ഫാമിലി വരുന്നതിനപ്പുറം ഒരു വീട് വാടകയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെ നോക്കി നടക്കുമായിരുന്നു.
അപ്പം നമ്മൾ നോക്കി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വീടിന് നമ്മൾ ഒരു മാസം വാടക കൊടുക്കണതിനേക്കാളും നല്ലത് നമ്മൾ ഹോം ലോൺ അടയ്ക്കേണ്ടതാണ്. കാരണം ആ ഒരു എമൗണ്ട് ആവും നമ്മൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒരു വീട് നോക്കുമ്പോൾ. അങ്ങനെ നോക്കി നടന്ന് ഒരു 3 മാസത്തിനുള്ളിൽ മാതാവിൻ്റെ കൃപ കൊണ്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനൊത്തു. അത് വീടെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രത്യേകത അതിൻ്റെ നമ്പർ 7 ആ വീടിൻ്റെ നമ്പർ. അത് മാതാവിൻ്റെ ആ വീടിൻ്റെ നമ്പർ കണ്ടപ്പോൾ പോലെ എൻ്റെ ഉള്ളിലുള്ളത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ്. മാതാവ് ഇത് എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കാണാൻ പോയപ്പോൾ തന്നെ ഞാൻ ആ വീടിൻ്റെ സൈഡിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ടാണ് പോയത്. ആദ്യം വിലയൊക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. അവർ പറയുന്ന വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു. ഒറ്റ ആളുടെ ഇൻകമുള്ള നമുക്ക് ഇത്രയ്ക്ക് ലോൺ കിട്ടത്തുള്ളൂ. പക്ഷേ ആ അവസാന നിമിഷമായപ്പോഴത്തേനും നമ്മൾ പറഞ്ഞ വിലയ്ക്ക് അവരൊക്കെയും ചെയ്തു. എല്ലാം റെഡിയായി. മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ എൻ്റെ കുടുംബം വരുന്നതിനിപ്പം തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടായി. ഇപ്പം എൻ്റെ കുടുംബം ഓസ്ട്രേലിയയിലുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ജപമാല റാലി പങ്കെടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി വന്നേക്കുക. ഞങ്ങൾ വ്യാഴാഴ്ച വന്ന് ഈ ചൊവ്വാഴ്ച നാളെ തിരിച്ചു പോകും. മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരാതെ അതുപോലെ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ 45:2 പറയുന്ന പോലെ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മുൻപേ കണ്ട് ഇത് നിനക്ക് വരാനുണ്ട്, ഇതിന് നിനക്ക് വേണം എന്നുള്ള രീതിയിൽ എല്ലാം മുൻപേ റെഡിയായി എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കില്ല. അതുപോലെ നന്ദിയാണ്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പത്രം വാങ്ങി കൊടുക്കുമായിരുന്നു. ഇവിടെ പോകുമ്പോഴും ഇംഗ്ലീഷ് പത്രം വാങ്ങിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ഇതെന്താണെന്ന് ചോദിക്കുമായിരുന്നു അന്നേരം അവിടെയുള്ളവർ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ മരിയൻ കമണൻ്റാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ അങ്ങനെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഇതെവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ രോഗികളെ കാണാൻ പോവുകയും ഓർഫനേജിൽ പോയി സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഇതുപോലെ സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കിഡ്നി പേഷ്യൻസിനും ഡയാലിസിസിനും ഒക്കെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും ഒക്കെ നമ്മൾ സഹായം ചെയ്തു കൊടുക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അതിനേക്കാൾ കൂടുതൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിലും മാതാവിൻ്റെ പ്രത്യേകതയുണ്ട്. ഒറ്റ ദിവസം പോലും കുർബാന മുടക്കാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റും. എവിടെയെങ്കിലും ഒരു പള്ളിയിൽ എങ്ങനെയെങ്കിലും ഓടി എത്തും കുർബാന മുടക്കാതെ. കുമ്പസാര മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാനും അതുപോലെ തന്നെ സുവിശേഷം വായിക്കാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായി. എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനം കൂടെയും സാധിക്കുന്ന സമയത്തൊക്കെ ചൊവ്വാഴ്ചകളിൽ തന്നെ കൂടും. അല്ലെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ എങ്ങനെയെങ്കിലും ആ ധ്യാനം കൂടും. കാരണം ഡ്യൂട്ടിയുടെ സമയം വെച്ചാൽ അന്ന് ചിലപ്പോൾ കൂടാൻ പറ്റിയില്ലെങ്കിലും വേറെ ആ ആഴ്ചയിൽ തന്നെ ആ ധ്യാനം കൂടുകയും അത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അത് ഷെയർ ചെയ്യുകയും അതുപോലെ ഒത്തിരി പേര് എന്നെ വിശ്വാസത്തിൽ വളർത്താനായിട്ടും സാധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കണ്ടോ ആ കൊച്ചിനെ കണ്ടോ നമ്മളോട് മറ്റുള്ളവരിങ്ങനെ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. നമ്മളൊന്നും പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അറിയില്ല എന്താ അവർക്ക് ഫീൽ ചെയ്യുന്നുള്ള കാര്യം. പക്ഷേ പ്രാർത്ഥനയിൽ ഒരുപാട് വളരാനായിട്ടും ആത്മീയമായിട്ട് വളരാനായിട്ടും ഒത്തിരി വ്യത്യാസം വന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും